അപ്പൊ ഈ അവസാന സമയത്ത് വളരെ സന്തോഷത്തോടെ കുട്ടികൾ മുഖത്ത് നോക്കി അറിയാൻ പറ്റും അത്. വളരെ സന്തോഷത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കുട്ടികളും രക്ഷിതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോ സാറിനെ ഞാൻ വളരെ എന്താ പറയാ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സെക്യൂർ സാറിനെയും മഹിത മാഡത്തിനെയും മറ്റെല്ലാ നമ്മുടെ ടീം അംഗങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്ത് വിഷയാവതരണത്തിന് വേണ്ടി Hello, sir. Yes, sir. Kelkao. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? നെറ്റ്വർക്ക് പോയതാണ്. യെസ് യെസ്. അതെ അതെ അതെ. ഓക്കെ സാർ, അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കാതെ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന് സമയം വൈകേണ്ട, നേരെ പ്രോഗ്രാം വിഷയാവതരണത്തിലേക്ക് ക്ഷണിക്കുന്നു. ശേഷം കുട്ടികളായിട്ട് പാരന്റ്സുമായിട്ട് ചെറിയൊരു മീറ്റിങ്ങിന് കുറച്ചു നേരം പാരന്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ക്ലിയർ ആണോ സാർ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ ഈ കുട്ടികളോട് സംസാരിച്ച എന്റെ ക്ലാസ് കേട്ട കുട്ടികളാണോ? അതെ, സാർ റെഗുലറായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികളാണ്. നമ്മള് അതിന്റെ ഇടയിൽ ബ്രേക്ക് ആയി പോയതാണല്ലോ സാറ്. 2 മാസത്തോളം സമയം അതിന്റെ ഇടയിൽ ഒറ്റപ്പെട്ട് ഒരു പ്രാവശ്യം സുഖമില്ല, കൊറോണന്റെ വിഷയം വന്നു, അങ്ങനെ കൂടെ ആയിട്ട് നിരന്തരം അതെ അതെ നിരന്തരം ചോദിക്കാറുള്ള മക്കളാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഞാൻ ഏതൊക്കെ ക്ലാസ്സുകൾ എടുത്തു എന്ന് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം. എനിവേ, nice meeting you all, my friends, my brothers and my sisters. 93 people are listening to me. A very happy evening to you. ഞാൻ ഒരു യാത്രയുടെ മധ്യത്തിലാണ്. That's why I'm in a very casual dress. Normally. ഓ, സാറ് നെറ്റ് പോയി, സാർ ഔട്ട് ആയി തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം സാർ. വെയിറ്റ് ചെയ്യാം സാർ, ജോയിൻ ചെയ്യും. 93 അല്ല 150 ഉണ്ട്. സാറിനോട് പറയണം. എല്ലാവരും 3 പേരൊക്കെയാണ് ഓരോ ഇതിൽ വന്നിട്ടുള്ളത്. അതെ അതെ അതെ, ഹോസ്റ്റലിൽ ഒരുമിച്ചാണ് കുട്ടികള് അങ്ങനെയാണല്ലോ. ക്ലിയർ ആകുന്നില്ല സാർ, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. ഓഡിയബിൾ അല്ല, ക്ലാരിറ്റി വരുന്നില്ല സാർ. വളരെ ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. ഓക്കെ സാർ, സംസാരിക്കൂ. ഒരു മിനിറ്റ്, ഞാനതൊന്ന് നോക്കട്ടെ. മക്കളെല്ലാരും വീഡിയോ ഓൺ ചെയ്യൂ. Dear students, please switch on your videos, all, everybody. Good. ഒരു മിനിറ്റ് സർ, ഞാൻ എന്തോ എന്റെ മൊബൈൽ നെറ്റ്വർക്കിൽ എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നു. ഓക്കെ. Yeah. So a very, very happy evening, all my friends, all my brothers and sisters. After a pretty long time, I'm much blessed again with the Laurel Mercury Academy. ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. ബിക്കോസ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു റീക്യാപ്പ് നടത്തിയാൽ മതിയായിരിക്കും തോന്നുന്നു. അല്ലാണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു സംതിങ് ന്യൂ. പുതുതായിട്ട് എന്തെങ്കിലും പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഓഡിയൻസ് ആരെ കൃത്യമായിട്ടെന്ന്. സോ ഐ എം നോട്ട്, ഞാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരാളല്ല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എന്ത് പറയാൻ തോന്നുന്നു അത് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സർ, ഈസ് ഇറ്റ് നൗ ഓക്കെ? യെസ് യെസ് സർ. ഓക്കെ ഓക്കെ. സോ എല്ലാവരും സെപ്റ്റംബർ 12-ന് ഒരു ഈ വർഷത്തെ നിങ്ങളുടെ നീറ്റ് എക്സാമിനേഷന് വേണ്ടി ഓൾ സെറ്റ് മൂവ് ആൻഡ്
വളരെ വളരെ പ്രിപ്പയർഡ് ആണ്. അപ്പോ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഒരു 1-2 കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. അതായത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെപ്പോലത്തെ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി തരാൻ സാധ്യതയുള്ള ഒരു പ്രഷർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെവൽ പ്രഷറാണ്. ഒന്ന്, നിങ്ങളുടെ ആങ്സൈറ്റി അബൌട്ട് യുവർ ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു ആശങ്ക. 2, നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കളുടെ സ്വപ്നത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു വേവലാതി. ഇതാണ് ഒരു ഭാഗം. 3, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ടു ദ സൊസൈറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓവറോൾ നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ലെവലില് നിങ്ങളുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിരിക്കുന്ന നിരവധി പ്രഷറുകളായിരിക്കും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിയ എക്സാമിനേഷന് പോകാൻ പോകുന്ന ഒരു കുട്ടിയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുകയും അത് നമ്മുടെ എനർജിയെ, നമ്മുടെ എന്തൂസിയാസത്തെ, നമ്മുടെ ഡൈനാമിക്സ് ഒക്കെ അല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മനഃശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ ഞങ്ങൾ നോക്കി കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള എല്ലാത്തരം വിദ്യാർത്ഥികളും ഇത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഇഫ് യു ആർ ഫേസിങ് എ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ, അതിനാദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ചിട്ടയും വട്ടങ്ങളും ഉണ്ട്. ആ ചിട്ടയും വട്ടങ്ങളുമാണ് നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ മറിയാണ്. അത് മറി കടന്നാൽ പിന്നെ നമ്മളെ എന്താ പറയാ, നോബഡി ക്യാൻ പ്രിവെന്റ് us. അപ്പൊ പലപ്പോഴും സിവിൽ സർവീസ്, ഞാൻ ഡൽഹിയിലൊക്കെ സിവിൽ സർവീസിന്റെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട്ടൊക്കെ ഞാൻ ഡൽഹിയിൽ നേരത്തെ ഈ കൊറോണയ്ക്ക് മുമ്പൊക്കെ നേരിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ നേരിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഐ കുഡ് സീ സർട്ടൻ സ്റ്റുഡൻസ് ഹു പാസ് ദറ്റ് എന്താ പറയാ, ആ ഒരു ബാരിയർ അപ്പുറത്തേക്ക് കടന്നിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഏതൊരു ലോകരാജ്യവും അവര് ബഹിരാകാശത്തിലേക്ക് ചില ഈ എന്താ പറയാ ഉപഗ്രഹങ്ങൾ, ഈ സാറ്റലൈറ്റിന് അവര് വിക്ഷേപിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് ഇവിടെയാണെങ്കിൽ ISRO-ലൊക്കെ ചില സമയത്ത് നിങ്ങൾക്ക് കാണാം, അവര് ഈ VSLV പോലത്തെ ഈ ലോഞ്ച് വെഹിക്കിളില് ഏതെങ്കിലും ചില സാറ്റലൈറ്റ് അവർ മുകളിലേക്ക് വിക്ഷേപിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, അവർക്കൊരു ഈ സാറ്റലൈറ്റിന് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഭ്രമണപഥം എന്ന് പറയുന്നതിനെ അപ്പുറത്തേക്ക് ചാടലാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ അപ്പുറത്തേക്ക് ഈ സാറ്റലൈറ്റ് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിഞ്ഞു നോക്കണ്ട, ഹി വിൽ ഡു ഹിസ് ബെസ്റ്റ്, അല്ലെങ്കിൽ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന പണി അവൻ ചെയ്യും. പക്ഷെ ഈ ഭൂമിയിൽ ഇതിനെ വിക്ഷേപിക്കുന്ന സമയത്തുള്ള ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചിടിപ്പ് ഭയങ്കര ഹൈ ആയിരിക്കും, അവരുടെ പ്രഷർ ഹെവി ആയിരിക്കും, അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആയിരിക്കും. എപ്പോഴെന്നറിയാമോ, ദ മൊമെന്റ് ആ ഭൂമി വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ആ PSLV-യുടെ താഴെ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ അവിടെ പെട്ടെന്ന് തീ ആളി കത്തിയിട്ട് ഈ റോക്കറ്റ് മുകളിൽ, ഈ ലോഞ്ച് വെഹിക്കിൾ ഈ സാറ്റലൈറ്റിനെയും കൊണ്ട് മുകളിലേക്ക് പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും TV-യിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോ ആ ISRO-യിലെ ഓഫീസ് അല്ലെങ്കിൽ ആ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സയന്റിസ്റ്റുകൾ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ കാണാം, എല്ലാവരും ഇങ്ങനെ, പലരും ഇങ്ങനെ ഇരിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കുന്നു, ചിലർ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പൊ നിങ്ങളൊക്കെ നാളെ പരീക്ഷയാണെങ്കിൽ നിങ്ങൾ ഇന്ന് എങ്ങനെ ഇരിക്കുക? ഈ ഇരുത്തൊന്നും ഇരിക്കില്ല. ഇന്ന് എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു ചന്തമുണ്ട് കാണാൻ, ഓണത്തിന്റെ സെലിബ്രേഷൻ മൂഡുണ്ട്, പായസം കുടിച്ചതിന്റെ ആവേശമുണ്ട്, പല മുഖഭാവങ്ങൾ എനിക്ക് കാണും. പക്ഷെ സെപ്റ്റംബർ 11 ഈ മുഖഭാവം ഒന്നും ഉണ്ടാവില്ല. അവിടെ ചിലർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ചിലർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഇരുത്തം കണ്ടാൽ തന്നെ കാര്യം പറഞ്ഞാട്ടേ ആവും. അത് കണ്ടിട്ട് അച്ഛനമ്മമാർക്ക് ടെൻഷൻ ആവും. ഹലോ സർ, എനിത്തിങ് സർ, എനിത്തിങ് റോങ്? Hello, Sakir sir, anything wrong? No, continue. Maybe somebody. Sorry, I don't know what is happening because ഞാൻ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് കയറിയിരിക്കുക, അവിടെ എന്റെ മൊബൈൽ നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല സാർ, കണ്ടിന്യൂ കേൾക്കാം. സോറി മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, ഞാനിപ്പോ ഒരു വല്ലാത്തൊരു യാത്രക്കാരനാണ്. അപ്പോ ഓക്കെ, ലെറ്റ് മീ കണ്ടിന്യൂ. അപ്പൊ ആ ഒരു എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ആ ഭ്രമണപഥം ഈ സാറ്റലൈറ്റിനെയും കൊണ്ട് റോക്കറ്റ് പോയി കടക്കുന്നത് വരെയുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് തുള്ളിച്ചാടി എല്ലാവർക്കും എന്താ പറയാ ലഡു കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, കിസ് ചെയ്യുന്നു. എനിക്ക് അമ്മയെ കാണാൻ വയ്യ. ആ ഒരു റിജോയ്സിങ് മൊമെന്റ് ഉണ്ട്. ഈ മൊമെന്റ് വരെ ഉള്ള അനുഭവിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത്
അത് ലോകത്തിൽ എല്ലാവർക്കും ഉള്ള ആ പ്രഷറിലേക്ക് നിങ്ങൾ ക്രമേണ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്റെ ജോലി എന്ന് പറയുന്നത് ആ പ്രഷർ നിങ്ങൾ അനുഭവിക്കാതെ ആ സെലിബ്രേഷൻ മൂഡിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുക. അതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ എന്റെ ലൈഫിൽ 53 കൊല്ലമായിട്ട് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സ്ട്രെസ് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്ത് തന്നെ ആകാശം ഇടിഞ്ഞു വീഴുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പോലും, ആകാശം ഇടിഞ്ഞു വീഴില്ല എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു കമ്പാരിസൺ ആണ് ആകാശം ഇടിഞ്ഞു വീഴുക. ബട്ട് ഐ ഫീൽ വെരി വെരി ഹാപ്പി, വെരി കംഫർട്ടബിൾ. അപ്പൊ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരം പറഞ്ഞിട്ടാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. സി, ഈ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ വിജയം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം എന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രം ഉത്തരം പറയാൻ എന്താ അറിയോ? നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താലും അത് 100% വിജയിക്കും. അല്ലെങ്കിൽ സക്സസ് നിങ്ങളുടെ പിറകെ ഉണ്ടാവും. എന്ത് ചെയ്യുമ്പോഴും 2 കാര്യങ്ങൾ. ഒന്ന്, ബ്ലിസ് അഥവാ ആനന്ദം എന്ന് പറയുന്ന ഒരു സാധനം. വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ, സന്തോഷമല്ല, ബ്ലിസ് അഥവാ ആനന്ദം എന്ന് പറയുന്നൊരു സ്റ്റേജ്. ഈ ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അനുഭവിച്ചത് വളരെ കുറവാണ് ആനന്ദം അനുഭവിച്ചത്. നമ്മളൊക്കെ സന്തോഷം അനുഭവിച്ചത്. എന്താ ഇത് തമ്മിൽ വ്യത്യാസം? സന്തോഷം എന്താന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ കുറച്ചു നേരം വരുന്ന ഒരു സാധനമാണ് സന്തോഷം. അതിനേക്കാൾ വേറെ ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക്, ഉദാഹരണത്തിന് സെപ്റ്റംബർ 12 നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നു. സമാധാനം, അന്ന് ഈ കുണ്ടാവണ്ടി കഴിയല്ലോ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. അടുത്ത ദിവസം രാവിലെ ഒരു ന്യൂസ് വരികയാണ്, അടുത്ത ഒക്ടോബറിലേക്ക് നീറ്റ് പരീക്ഷ മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞില്ലേ? സെക്കൻഡുകളെ കൊണ്ട് നമ്മുടെ സന്തോഷം പോയി. എനിക്ക് വയ്യ, ഈ പിണറായി മോദിനെയൊക്കെ തല്ലിക്കൊല്ലും ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരുടെയും പിണറായിക്കും മോദിയുടെയൊക്കെ 4 തലമുറയ്ക്ക് നമ്മൾ ഉറപ്പായിട്ടും വിളിക്കും. ഇവന്മാർക്ക് വേറൊരു പണിയില്ല. ഈ കൊറോണയ്ക്ക് 4 ചീത്ത. നിങ്ങളൊക്കെ കൊറോണ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല. ഞാൻ കൊറോണയുടെ ആരാധകനായി. എനിക്കിപ്പോ ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങി കൊറോണയ്ക്ക് ഒരു അമ്പലം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഭാഗ്യം കൊണ്ട് തന്ന ഒരു മൈക്രോ ഓർഗാനിസം, ഒരു വൈറസ്, എനിക്ക് ആലോചിക്കാൻ വയ്യ. കൊറോണ എന്ന് കേൾക്കുമ്പോഴേ അകതാരിൽ എന്തെന്നൊക്കെയോ, എനിക്ക് സാഹിത്യം അറിയില്ല, നമ്മൾ പറയില്ല എന്റെ അന്തരംഗത്തിൽ ഒരു എന്തൊക്കെയോ അറിയില്ല, മലയാളം അറിയില്ല, എന്തോ ഒരു സാധനം വന്നതൊക്കെ പറയില്ലേ, അതൊക്കെ വരുന്നുണ്ട് എനിക്ക് കൊറോണയെ കുറിച്ച് ഓർക്കുമ്പോൾ. കാരണം കൊറോണ എന്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും കൊണ്ടു തന്നു. സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിൽ എന്നെ കൊണ്ടെത്തിച്ചു. ഞാനിപ്പോ എറണാകുളത്താണ് താമസം. എറണാകുളത്താണ് എന്റെ പ്രൊജക്ട്. ഞാനിപ്പോ അടുത്ത ആഴ്ച ബാംഗ്ലൂരിൽ പോകുന്നു. ഫ്ലൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 9ഓളം രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നു. ഇതൊക്കെ കൊറോണ കൊണ്ടുതന്ന ഒരു ഓപ്പർച്യൂണിറ്റി. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇവിടെ 2 കാര്യങ്ങൾ തോന്നുന്നു. ഒന്ന് ബ്ലിസ്സാണ്. എപ്പോഴാണ് ബ്ലിസ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഈ നിലനിൽക്കുന്ന സന്തോഷം ഉണ്ടാവുക. അതായത് ഏറിയും കുറഞ്ഞും ഇല്ലാത്ത ഒരു സന്തോഷം ഉണ്ടാവുക. ഈ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ത്രെഷോൾഡ് വെലോസിറ്റി എന്നൊരു വാക്ക്. ത്രെഷോൾഡ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഏതൊരു വെലോസിറ്റി ലെവൽ കടന്നു പോയാൽ തിരിച്ചു വരാത്ത ഒന്നിനെയാണ് ത്രെഷോൾഡ് വെലോസിറ്റി എന്ന് പറയാം. അപ്പൊ നമ്മൾ ഉപഗ്രഹം മുകളിലേക്ക് പോകുമ്പോൾ ആ ഭ്രമണപഥം ക്രോസ് ചെയ്താൽ പിന്നെ തിരിച്ചു വരില്ല. അപ്പൊ അത് ക്രോസ് ചെയ്യുന്നത് വരെയാണ് ഈ ടെൻഷൻ. ഇതുപോലെയാണ് എന്റെ നിങ്ങളുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളൊരു മത്സര പരീക്ഷയെ നേരിടുമ്പോൾ നമുക്കുണ്ടാവേണ്ട മാനസിക അവസ്ഥ ഈ ത്രെഷോൾഡ് വെലോസിറ്റി ക്രോസ് ചെയ്തൊരു അവസ്ഥയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എന്ത് കേട്ടാലും, എന്ത് കണ്ടാലും, എന്ത് വന്നാലും യു വിൽ ബി വെരി കാം, വെരി കൂൾ, വെരി ഹാപ്പി. ആ ഒരു സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജ് എത്തുക എന്നുള്ളതാണ് 1ാമത്തെ ഘട്ടം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈസ് ഇറ്റ് ഈസി? വളരെ പെട്ടെന്ന് ഇത് കിട്ടുമോ? ഐ വിൽ ടെൽ യു ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷേ ഐ വിൽ ഗിവ് യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു കുറുക്കു വഴി പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് എന്ത് കേൾക്കുമ്പോഴും എന്ത് സംഭവിക്കുമ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കും. ഇപ്പൊ സന്തോഷത്തോടുകൂടി ഒരു കാര്യം ചെയ്തു നോക്കൂ, നിങ്ങൾ വിജയിക്കും. ടെൻഷനോട് കൂടി ചെയ്തു നോക്കൂ, നിങ്ങൾ പരാജയപ്പെടും. ദുഃഖത്തോടു കൂടി ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ചെയ്യാനേ പറ്റില്ല. അപ്പൊ വളരെ ദുഃഖിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആൾക്കാർക്ക് എന്താ ഒന്നിങ്ങനെ മിണ്ടാണ്ടിരിക്കണം, ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ, ഒന്നിനും തോന്നണില്ല, ഒരു മൂഡില്ല. അതാണ് കഴിഞ്ഞൊല്ലൊക്കെ അങ്ങനെയല്ലേ, ഒന്നിനൊരു മൂഡില്ല. എന്താ ഈ കൊറോണ വന്നിട്ട് ഇപ്പൊ ആൾക്കാരോടൊക്കെ ചോദിച്ചൊക്കെ എന്തൊക്കെ വിശേഷം, എന്തോന്ന് വിശേഷം, കൊറോണ അല്ലാതെ എന്ത് വിശേഷം, എല്ലായിടത്തും കൊറോണ. ആ മൈക്രോ ഓർഗാനിസം പാവം, അതിന് ചീത്ത വിളിക്കാൻ അറിയാത്തോണ്ട്, അല്ലെങ്കിൽ എല്ലാരും ചീത്ത വിളിച്ചേനെ. കാരണം ഒന്നൊരു കുറ്റവും ചെയ്യാത്ത അതിനെയാണ് എല്ലാവരും തെറി വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഈ നീറ്റ് പരീക്ഷ സെപ്റ്റംബർ 12 വരുമ്പോ എന്റെ പൊന്നു മക്കളെ ഞാൻ നിങ്ങളോട് പറയാം, അനായാസേന എഴുതുകയും അനായാസേന വിജയിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യാൻ 1ാമത് ചെയ്യേണ്ടത്
ആ ഒരു ഏതൊരു സമയത്തും ഒരു സന്തോഷത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്തിനിറങ്ങി പുറപ്പെടുമ്പോൾ ഒരു ഹഡിൽ ഉണ്ടാവും. അതെപ്പോഴും ശ്രദ്ധിച്ചോളാം. ഹഡിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഹഡിൽ നിങ്ങളെ വിജയിപ്പിക്കുമെന്ന്. പക്ഷെ നമുക്ക് പ്രശ്നം എന്താണെന്നറിയുമോ? ഹഡിൽ വരുമ്പോൾ, ഹഡിൽ എന്ന് പറഞ്ഞാൽ തടസ്സം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി. ഇപ്പൊ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നിങ്ങളുടെ പ്രതിസന്ധി എന്താ? ഓഫ്ലൈൻ ക്ലാസ്സുകളില്ല, നിങ്ങളൊക്കെ ഓൺലൈൻ ആണ്. ഇതേമാതിരി കുഞ്ഞു ഒരു വീഡിയോയിൽ ഇങ്ങനെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആണ് നമ്മുടെ സ്കൂള്, മൊബൈൽ ഫോൺ ആണ് നമ്മളുടെ കോച്ചിങ് സെന്റർ. ഇപ്പൊ ലോറൽ മെർക്കുറി അക്കാദമി എവിടെയാണ്? ആ തിരി പോകുന്ന മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പില്. ഇതൊരു പ്രതിസന്ധിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു കഥ ഓർമ്മ വരികയാണ്. അതായത് ഒരു രാജാവ് അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ഏറ്റവും സമർത്ഥനായ, ഏറ്റവും വിജയിയായ ഒരാളെ കണ്ടെത്താൻ വേണ്ടി ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അത് ചെയ്ത പണി എന്താണെന്നറിയുമോ? രാജപാതയുടെ, അതായത് രാജകൊട്ടാരത്തിലേക്ക് വരുന്ന വലിയ പാതയുടെ നടുക്ക് വലിയൊരു പാറയെ കൊണ്ടുവന്ന് വെച്ചു. അത് ഈ അദ്ദേഹത്തിന്റെ അനുചരന്മാരോട് പറഞ്ഞു, വലിയൊരു പാറ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ആളുകളെയൊക്കെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അപ്പൊ ഈ വരുന്നവരൊക്കെ എന്താ കാണുന്നത്? വഴിയിൽ വലിയൊരു തടസ്സം. അങ്ങനെയാണല്ലോ, നമ്മൾ നടന്നു വരുന്ന വഴിയിൽ വലിയൊരു പാറ കണ്ട നമ്മൾ എന്താ പറയാ? ഓ, ഭയങ്കര തടസ്സം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുക? ആ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു വെച്ചാൽ ആ പാറയെ കുറെ തെറി വിളിച്ചു. പിന്നെ ഈ പാറ കൊണ്ടെന്ന് വെച്ചോണ്ട് 4 തലമുറയ്ക്കും തെറി വിളിച്ചു. അങ്ങനെയാണല്ലോ, നമ്മൾ കഴിയെങ്കിൽ 4 തലമുറയ്ക്ക് വിളിക്കും. ആ 4 തലമുറയ്ക്ക് വിളിച്ചു. പിന്നെ എന്ത് ചെയ്തു? അവരാ പാറ ഒന്നും തൊടാതെ കുറെ വളഞ്ഞ് തിരിഞ്ഞ് വേറെ വഴിയിലൂടെയൊക്കെ അവർ പോയി. അങ്ങനെ ഇതൊക്കെ നോക്കാൻ വേണ്ടി രാജാവ് ചാരന്മാരെ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും അത് CCTV ഇല്ല. അപ്പൊ ചാരന്മാരാണ് അന്നത്തെ CCTV. അപ്പൊ ചാരന്മാർ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ നോക്കി എല്ലാവരും ഇത് കുറെ തെറി വിളിക്കുന്നു. അങ്ങനെ പോവുകയാണ്. കുറെ കഴിഞ്ഞപ്പോ ഒരു കർഷകൻ വന്നു, ഒരു സാധാരണ കർഷകൻ. അതിങ്ങനെ വരുന്ന സമയത്ത് ഈ പാതയുടെ മുമ്പിൽ വലിയൊരു പാറ കണ്ടു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ഈ കൃഷി ആയുധങ്ങളൊക്കെ താഴെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ പാറയെ ഉന്താൻ തുടങ്ങി. വളരെ പ്രയാസപ്പെട്ട് പാറയെ തള്ളി 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 റോഡിന്റെ സൈഡിലേക്ക് മാറ്റി. നോക്കുമ്പോ എന്താണ്? അവിടെ നിറയെ മണ്ണ്. അതൊക്കെ കോരി എടുക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, അതിലൊരു കിഴി ഉണ്ടായിരുന്നു. ഒരു തുണിയുടെ ഒരു ചെറിയ കെട്ട്. അപ്പൊ അദ്ദേഹം വെച്ചു, ഇത് എന്താണ്? ആരെങ്കിലും എടുത്തു നോക്കുമ്പോ അതിനകത്ത് മുഴുവൻ രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും ആയിരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്തു, ഈ മണ്ണൊക്കെ നീക്കി വൃത്തിയാക്കി രാജപാത നല്ല വൃത്തിയാക്കിയിട്ട് ഈ സ്വർണത്തിന്റെ കിഴിയും എടുത്ത് അദ്ദേഹം നേരെ രാജാവിന്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ ഈ ചാരന്മാർ അപ്പയ്ക്ക് എന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ രാജസദസ് കൂടിയിട്ടുണ്ട്, മന്ത്രിമാരൊക്കെ ഈ വഴിയിലൂടെ വന്നവരാ. അപ്പൊ അവിടെ ചർച്ച എന്താന്ന് വെച്ചാൽ, രാജപാതയിൽ ഒരു വലിയ പാറ കിടക്കുന്നു, ഇത് കൊണ്ടിട്ടത് ആരാണ്, അവനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. അത് ഗംഭീരമായിട്ട് ചർച്ച. ഇപ്പൊ 1.5 കൊല്ലമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ ചർച്ച എന്താ? കൊറോണ. ഇന്ന് എത്ര ആൾക്ക് പറ്റൂ? ഇന്ന് 22,343. എത്ര ആള് മരിച്ചു? ഇന്ന് 147 ആണ്. എത്രയാണ് TPR? 15.6934. ഇതല്ലേ ഇപ്പൊ നമ്മളെ ചർച്ച 1.5 കൊല്ലമായിട്ട്. വേറെ എന്തെങ്കിലും ചർച്ച TV ചാനലിലോ നമ്മൾ 10 ആൾ കൂട്ടെടുത്തുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ കൊറോണ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലില്ല. നിങ്ങളുടെ നാട്ടിൽ? ഞങ്ങളുടെ നാട്ടിൽ. ഇതാണ് ആകെ ചർച്ച. ഞാൻ 1.5 കൊല്ലമായിട്ട് ചർച്ച ചെയ്യാത്ത ഒരൊറ്റ സാധനമാണെങ്കിൽ ഇതാണ്. കാരണം എന്താ? കൊറോണയെ കുറിച്ച് ചർച്ച ചെയ്യാന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് നേരുണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ എല്ലാവരും ഈ പാറയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഈ രാജഭടന്മാർ ഈ കർഷകൻ കയറി വരുന്നത്. അപ്പൊ രാജാവ് കർഷകനോട് ചോദിച്ചു, എന്താണ് അങ്ങ് ഇങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ ഈ കർഷകൻ പറഞ്ഞു, രാജാവേ, ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഈ രാജപാതയിൽ വലിയൊരു പാറ കണ്ടു. അപ്പോ ഞാൻ എന്നാലാവുന്ന രീതിയിൽ അതിനെ തള്ളി പുറത്തേക്ക് മാറ്റി. അപ്പൊ അവിടെ ആകെ മണ്ണായിരുന്നു. രാജപാതയിൽ മണ്ണുണ്ടാവാൻ പാടില്ലല്ലോ. ഞാൻ അതൊക്കെ തുടച്ചു വൃത്തിയാക്കി ഒരു കിഴി കണ്ടു. എടുത്തു നോക്കുമ്പോ അതിനകത്ത് കുറെ സ്വർണവും രത്നങ്ങളും ഒക്കെ. ഇതിന്റെ അധികാരി, ഇതിന്റെ ഉടമസ്ഥൻ തോന്നല് രാജാവാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് ഇത് കൊണ്ടു തന്നതാണെന്ന്. അപ്പൊ ഇതെല്ലാരും കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ രാജാവ് പറഞ്ഞു, ആ പാറ അവിടെ കൊണ്ടുപോയിട്ടത് ഞാനാണ്. ആ പാറയ്ക്കടിയിൽ രത്നങ്ങളും സ്വർണവും വെച്ചതും ഞാനാണ്. കാരണം ആ പാറ നീക്കുന്നവനുള്ളതാണ് ആ സ്വർണവും രത്നവും. ഇത് നിനക്കുള്ളതാണെന്ന് മാത്രമല്ല, നിന്റെ സത്യസന്ധതയിൽ ഞാൻ തൃപ്തനായി വേറൊരു കിഴിയും കൂടി തരാൻ പോകുന്നുണ്ട്. അത്രയും കൂടി സ്വർണവും രത്നവും കൊടുത്തതൊരു കഥ പറയും. ഇവിടെ കഥ എന്തിനു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് 99% ആളുകളും അതിനെ പഴിക്കുകയാണ്, അതിന് കുറ്റം പറയുകയാണ്. എന്നിട്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ അവർ യാത്ര ചെയ്യാണ്. അവർക്കൊന്നും തന്നെ കിട്ടുന്നില്ല. അവരുടെ സമയം മുഴുവൻ അവരെന്തിനു ചെലവഴിക്കുന്നു? ഓ, ഇത് അങ്ങനെയായി, അത് ഇങ്ങനെയായി ഇന്ന്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം, പേര് പറയാൻ എനിക്ക് നിയമം അനുവദിക്കുന്നില്ല, നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ ഇതുപോലെ ഒരു 250 കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അപ്പൊ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് കുറെ ചോദ്യം ചോദിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇവരൊക്കെ നിരാശയിലാണ്.
എന്താണ് നിരാശയ്ക്ക് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കൊല്ലം ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയില്ല, മുഴുവനും ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഓഫ്ലൈൻ എന്നും ഓൺലൈൻ എന്നും വാക്ക് മാറ്റിയാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? അപ്പൊ ഉത്തരം ക്ലാസ് ആണ്. രണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ക്ലാസ് കിട്ടിയിട്ടുണ്ട്. പിന്നെയോ ഇതിന്റെ ഒരു സൗകര്യം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോ നിങ്ങളുടെ തൃശ്ശൂരോ അല്ലെങ്കിൽ കോട്ടക്കലോ, എനിക്കറിയില്ല നിങ്ങൾ എവിടെയാണ്, കോട്ടക്കൽ വന്ന് ക്ലാസ് എടുക്കുന്ന എന്നെ ഈ കൊല്ലം തല്ലിക്കൊന്ന എനിക്ക് സമയമില്ല, ഞാൻ വരില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചിട്ടും കാര്യമില്ല. സക്കീർ സാറിനോടും നൂറുദ്ദീൻ സാറിനോടും അങ്ങേറ്റത്തെ റെസ്പെക്ട് എനിക്ക് വരാൻ പറ്റില്ല, ഒരു സെക്കൻഡ് ഒഴിവില്ല. ഇതിപ്പോ ഞായറാഴ്ചത്തെ അവസ്ഥ. ഇന്നിപ്പോ 9ാമത്തെ ക്ലാസ് ആണ് ഈ ദിവസമായപ്പോഴേക്ക്. ഇന്ന് 9ാമത്തെ ക്ലാസ് ആണ് ഞാൻ എടുക്കുന്നത്. അതും ഈ ഓരോ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങി ഓരോ സ്ഥലത്ത് കയറിയിരുന്നിട്ടൊക്കെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അത്ര തിരക്കുണ്ടെന്ന് പറയാനല്ല, പക്ഷെ ഐ എൻജോയ് ദിസ്. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഈ ഒരു സാധനം, ഈ ഒരു സൂം എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ടായത് കൊണ്ട് നമുക്കിന്ന്, ഞാനിപ്പോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അതിഥിയല്ലേ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്നില്ലേ, നിങ്ങളുടെ തൊട്ടടുത്ത് ഒന്ന് നോക്കിയ കൈ ഏന്തി എന്നെ കാണൂലേ, എന്നെ തൊട്ടൂടെ? അപ്പൊ ഞാൻ ഇരിക്കുന്നത് എനിക്കൊരു പരിചയം കൂടി ഇല്ലാത്ത ഒരാളുടെ വീട്ടിലാണ്. അപ്പൊ എന്തായാലും ഈ വീട്ടിൽ നിങ്ങൾ എന്റെ അതിഥിയായില്ലേ. അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? എന്തുകൊണ്ട് ഇതിന്റെ സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിച്ചുകൂടാ? അപ്പോൾ ഈ പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ തട്ടി മാറ്റാനുള്ള ഒരു ഊർജം, ഒരു ആവേശം നമ്മൾ കാണിച്ചാൽ അതിന്റെ അടിയിൽ സ്വർണം ഇരിക്കുന്നു, അതിന്റെ അടിയിൽ രത്നം ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ കൊല്ലം ചെയ്യേണ്ടത് എന്തറിയോ? 2021 നീറ്റ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് സ്വയം ഒന്ന് പ്രഖ്യാപിച്ച്, വെറുതെ പ്രഖ്യാപിക്കുക. അതിന് മുഖ്യമന്ത്രിനെ കാത്തിക്കണ്ട, സ്വയം പ്രഖ്യാപിക്കുക. 2021 നീറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ മീ. യു നോ വൈ? ഐ ടെൽ യു. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുക. അതായത് നിങ്ങൾക്ക് കിട്ടിയ അത്ര കോച്ചിങ്, നിങ്ങൾക്ക് കിട്ടിയ ഇത്രയും സംവിധാനങ്ങൾ, നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ഈ സൂം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, എന്റെ പൊന്നുമക്കളെ, ഇന്ത്യയില് ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഇല്ല. ഓൺലി കേരളം വിട്ടുകഴിഞ്ഞാൽ മെട്രോ സിറ്റിയിലെ കുട്ടികൾക്ക് മാത്രമേ ഈ ഫെസിലിറ്റി ഉള്ളൂ. എന്നാൽ നേരത്തെ ഓഫ്ലൈൻ ആയിരുന്നെങ്കിലോ എല്ലാവർക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞ 2019 എത്രമാത്രം ടഫ് ആവുമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് 2020 ഞാൻ പറയില്ല, കഴിഞ്ഞല്ലോ. കാരണം കുറെ കുട്ടികൾക്ക് ഈ എന്താ പറയാ, നേരത്തെ റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്കൊക്കെ അവർ കൃത്യമായിട്ട് ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയ കുട്ടികളാണ്. എന്നാൽ 2021 100% take it from me, take it granted, my brothers and sisters, it's an amazing opportunity for you. കാരണം ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും കോട്ടക്കല് നിങ്ങളുടെ ഈ ഒരു സക്കീർ സാറായിട്ട് നൂറുദ്ദീൻ സാർ, എനിക്ക് ഇവരൊക്കെ കുറെ കാലങ്ങളായിട്ട് അറിയാം. ഹൗ ഡെഡിക്കേറ്റഡ് ദേ ആർ, ഹൗ മച്ച് എഫേർട്ട് ദേ ആർ ടേക്കിംഗ് ടു സീ ദാറ്റ് ഓൾ ഓഫ് യു അച്ചീവ് യുവർ ഡ്രീംസ്. അപ്പൊ അതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കുന്നതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സന്തോഷം നിലനിർത്തുക? ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരിക. ഈ സന്തോഷം നിലനിർത്തണമെങ്കിൽ അതിന് ഫിസിക്സിൽ ഒരു തിയറി ഉണ്ട്. അതായത് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയും. നിങ്ങൾ മാഗ്നറ്റിസം പഠിച്ച കുട്ടികളാണ്, നിങ്ങൾക്കറിയാം ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് വെച്ചാൽ ഒരു കാന്തത്തിന്റെ അടുത്ത് ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറെ നേരം വെച്ച്, അടുത്ത് വെച്ചാൽ മതി, തൊടൊന്നും വേണ്ട, കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ you will see that this piece of iron get converted into, hello sir, yes, someone is continue. वो क्या हुआ? No problem, continue. Okay, उसको थोड़ा म्यूट करने के लिए बोला ना. तो टॉमी आप म्यूट कर सकते हैं? टॉमी ऐसा नाम आता है उधर. Your name is featuring as Tommy. Can you mute so that I'll get an uninterrupted? Oh, thank you dear, thank you so much. It happened. Okay, so ഈ ഇരുമ്പിന്റെ അടുത്ത് കാന്തം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഇരുമ്പ് കാന്തമായി മാറുമെന്ന് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് ആസ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സും. നമ്മുടെ മനസ്സിൽ സന്തോഷത്തെ നമുക്ക് ജ്വലിപ്പിക്കാൻ പറ്റിയാൽ ആ സന്തോഷത്തിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതിന്റെ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1,86,000 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയാണ്. അതായത് മനുഷ്യ മനസ്സിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി. ഓ, നിങ്ങൾക്ക് പ്രാന്തായോ ഫിസിക്സ് കേട്ടിട്ട്? പക്ഷെ പറഞ്ഞു പോവും. മനുഷ്യ മനസ്സിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി 1,86,000 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറയാം. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുട്ടികളില്
എനിക്ക് കാണുന്ന ഏറ്റവും കൃത്യമായി കാണാൻ പറ്റുന്ന കുറച്ച് പേരുള്ളൂ. ഏറ്റവും കൃത്യമായിട്ട് എനിക്ക് അശ്വതി ആൻഡ് സൈനു വളരെ ക്ലോസ് ആയിട്ട് കാണാം. ഫാത്തിമ, ഷിഫ ആൻഡ് ഫിദ എനിക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണാം. അബിന ആൻഡ് ടീം എനിക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണാം. നൂറ ഐ ക്യാൻ സി, രാധിക, ഓ ആര്യ ഐ ക്യാൻ സി, ആൻഡ് ഫാത്തിമ, സഹറ, ഓക്കെ, കൃഷ്ണപ്രിയ. സി, നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ മൈൻഡിന്റെ വൈബ്രേഷൻ 60,000-നും 70,000-ന്റെ ഇടയിലാണ്. ഞാനിപ്പോ പറഞ്ഞ കുട്ടികളുടെ അപ്പൊ ആവറേജ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇപ്പോഴത്തെ മൈൻഡിന്റെ ഫ്രീക്വൻസി 60,000-നും 70,000-നും ഇടയിലാണ്. ഒരു കാര്യം ഞാൻ പറയാം, 1,00,000-ൽ താഴെയാണ് നമ്മുടെ ഫ്രീക്വൻസി എങ്കിൽ നമ്മൾ ടെൻഷൻ അനുഭവിക്കും എന്നുള്ളതാണ്. 1,00,000-ൽ താഴെയാണ് 1,00,000 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിലാണ് നമ്മൾ മൈൻഡ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നാച്ചുറലി നമുക്കത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. കാരണം അവിടെ നമുക്ക് ആ ബ്ലിസ് വരില്ല, നമുക്ക് സാധാ ഒരു വന്നും പോയി കൊണ്ടിരിക്കുന്ന ഹാപ്പിനെസ് ആണ്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് 1,20,000-ൽ പരം മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിൽ ഇരുന്നിട്ടാണ്. അതാണ് എൻ്റെ ഒരു ലെവല്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇത് സംസാരിക്കുമ്പോഴും എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. 9 ക്ലാസ് എടുത്തിട്ട് 9ാമത്തെ ക്ലാസ്, 8 ക്ലാസ് എടുത്ത് 9ാമത്തെ ക്ലാസ്സിൽ ഒരു ഞായറാഴ്ച ഇന്ന് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കേണ്ട എനിക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോഴും യാത്രയിലാണ്. ഇനി പാതിരിയാവും എറണാകുളത്ത് എത്തുമ്പോൾ. അപ്പോൾ എന്നിട്ടും ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ കാരണം മൈ വെലോസിറ്റി ഈസ് 1,20,000 പ്ലസ്. അത് ചില സമയത്ത് എനിക്ക് 1:30, 1:40 വരെ പോവാറുണ്ട്. അതിന്റെ മുകളിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ 1,00,000-ന്റെ മുകളിൽ നിങ്ങളുടെ മൈൻഡിന്റെ വൈബ്രേഷൻ സെപ്റ്റംബർ 12 വരെ നിങ്ങൾ നിലനിർത്തിയാൽ, 1,00,000-ന്റെ മുകളിൽ നിർത്തിയാൽ മതി. 1,00,000-1,000 പോലും നിലനിർത്തി കഴിഞ്ഞാൽ എഴുതി വെച്ചോ, ഈ കൊല്ലത്തെ നീറ്റ് നിങ്ങളുടെയാണ്. എഴുതി വെച്ചോ. പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട. അവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് അങ്ങ് റിജോയ്സ് ചെയ്യാൻ തുടങ്ങും. മൈൻഡ് റിജോയ്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സ്ട്രെസ് എന്നൊരു സാധനം പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാവും. സ്ട്രെസ് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായാൽ എന്ത് പറ്റും അറിയാമോ? നിങ്ങളുടെ മെമ്മറി ഒക്കെ ഷാർപ്പായി നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നതിൽ ഒരു വിജയം ഉണ്ടാകും. തൊടുന്നതൊക്കെ പൊന്നാവും എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ നിങ്ങൾ 12ാം തീയതി തൊടുന്നത് മുഴുവൻ പൊന്നാവും. അപ്പോഴും നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ കാത്തിരിക്കുകയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ ഞങ്ങളുടെ വൈബ്രേഷൻ കൂട്ടാം എന്ന്, അല്ലെ? അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇപ്പൊ ഇരിക്കുന്ന 60,000-ൽ നിന്ന് ഒരു 40,000 കൂടി കൂട്ടിയിട്ട് ഇന്നു മുതൽക്ക് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? അതിന്റെ മന്ത്രം എന്ന് പറയുന്നത് 2ാമത്തെ സീക്രട്ടാണ്. അതിനൊറ്റ വഴിയുള്ളൂ. അതിന് കേൾക്കുമ്പോ തെറ്റിദ്ധരിക്കരുത്. അതിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ തലയിൽ കൈവച്ചു അത് പറയണ്ട, ഞാൻ പറയാം. അതിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എ 4 letter LOVE, ലവ്. ആഹാ, ഇതിപ്പോ സംഭവം. യെസ്, വേറൊരു വഴിയില്ല. നിങ്ങളുടെ മൈൻഡിന്റെ ഫ്രീക്വൻസി ഡബിളോ ത്രിബിളോ ആക്കാൻ ഒരൊറ്റ സാധനം നിങ്ങളുടെ ഈ ലോകം ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ദാറ്റ് ഈസ് ലവ്. ഞാനത് നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ എന്നെ കേട്ട കുട്ടികളായതുകൊണ്ടാണ് പുതിയൊരു ടോപ്പിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത്, സൈക്കോളജിയിൽ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചില സിദ്ധന്മാര്, ചില യോഗികൾ, ചില സന്യാസിമാർ, ചില ഔലിയാക്കൾ, അല്ലപ്പോ എല്ലാ മതവിശ്വാസങ്ങളുടെ ഇടയിലും ഇങ്ങനത്തെ ചില ആളുകളുണ്ട്. അവരെപ്പോഴും പരമാനന്ദത്തിന്റെ പരമകോടിയിലാണ്. അവര് തൊടാൻ പറ്റില്ല. എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ അവർക്ക്? അതെന്തുകൊണ്ടാണ് അവർക്ക് ഉണ്ടാവുന്നത്? അവരുടെ മൈൻഡിന്റെ വൈബ്രേഷൻ 1,70,000 പരം 186 വരെയൊക്കെ പോയിരിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ മുകളിൽ പോയിരിക്കുന്ന ആൾക്കാരാണ്. അതെന്തുകൊണ്ടാണ് അവർക്ക് ഉണ്ടാവുന്നത് വെച്ചാൽ ദേ ലവ് പീപ്പിൾ 24/7. They never expect anything back. I repeat, they love people 24/7. They never expect anything back. ഒന്നും പ്രതീക്ഷിക്കാതെ അവര് തനിക്ക് ചുറ്റുള്ള എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സിനിമയിൽ കണ്ടതോ നിങ്ങളുടെ കോളേജിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ കാണിക്കുന്നതിന് അല്ല ലവ് എന്ന് പറയാം. അതിന് വേറെ എന്തെങ്കിലും പേരാ പറയാം, എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല. പക്ഷെ അതിന് പറയുന്ന ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒറ്റ അർത്ഥം സെൽഫ്ലെസ്നെസ്. ലവ് ഈസ് സെൽഫ്ലെസ്നെസ്. ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെ ഞാൻ ഇപ്പൊ പോയിട്ട് ആരെയാണ് പ്രേമിക്കേണ്ടത് എന്നാണ് നിങ്ങൾ ചോദിക്കാൻ പോണത്. ഓ സൂര്യ സാറ് പറഞ്ഞ മനസ്സിലായി, കാര്യം മനസ്സിലായി. ഞാൻ കാര്യം പറയട്ടെ, ആരെ പ്രേമിക്കണം? ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ തന്നെ റെഡി എന്നൊക്കെ നിങ്ങൾ പറയാൻ നിൽക്കണം. എങ്കിൽ കേട്ടോ, നിങ്ങൾ ആരെയാണ് പ്രേമിക്കേണ്ടത്? യു ഷുഡ് ലവ് simply what you do. I repeat, you should love simply what you do. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നാളെ മുതൽക്ക് നിങ്ങൾ ചെയ്യുന്നതുമായ എന്താണോ അതിനെ നിസ്വാർത്ഥമായി പ്രേമിക്കുക.
എന്ന് വെച്ചാൽ ജസ്റ്റ് ലവ് യുവർ ഫിസിക്സ്, ജസ്റ്റ് ലവ് യുവർ കെമിസ്ട്രി, ജസ്റ്റ് ലവ് യുവർ ബയോളജി, നത്തിങ് എൽസ്. തമാശയല്ല, ഇതൊരു തമാശയല്ല. ഞാനിത് പറയാൻ കാരണം ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് എന്നെ കാണാൻ വേണ്ടി, ഞാനിപ്പോ കൺസൾട്ടേഷൻ ഒന്നുമില്ല, എന്നാലും നിർബന്ധിച്ച് ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. അപ്പോ അവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ സംഭവം പറയോ, അവള് MBBS അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കോളേജിന്റെ പേര് ഞാൻ പറയില്ല. അഡ്മിഷൻ കിട്ടിയിട്ട് 4 കൊല്ലമായി, പക്ഷെ ഇപ്പോഴും ഫസ്റ്റ് ഇയർ പാസ്സായിട്ടില്ല. MBBS നീറ്റ് കിട്ടി, MBBS അഡ്മിഷൻ കിട്ടി, അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ട് 4 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും അവള് ഫസ്റ്റ് ഇയർ പാസ്സായിട്ടില്ല. അപ്പൊ ഈ കുട്ടിയും കൊണ്ടിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. ഇനി അവളുടെ പൂരം കേൾക്കണോ എന്താ സംഭവം? അച്ഛനും അമ്മയും വിചാരിച്ചിരിക്കണം അവര് കിണഞ്ഞ് മെനക്കെട്ട് പഠിക്കുന്നുണ്ട്. എന്നോട് പറയും, എന്റെ സാറേ രാവിലെ 3 മണി വരെയൊക്കെയാണ് എന്റെ കുട്ടി ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കുന്നത്. 3 മണിക്കാണ് എന്റെ കുട്ടി കിടക്കുന്നത്, എന്നിട്ട് 6 മണി 6:30 മണിയാകുമ്പോൾ വീണ്ടും എഴുന്നേക്കും. ഇങ്ങനെ പഠിച്ച കുട്ടി എന്തുകൊണ്ടാണ് സാറേ MBBS ഫസ്റ്റ് ഇയർ പാസ് ആവാത്തത് എന്നാണ് എന്റെ അടുത്ത് വരും ചോദിക്കുന്നത്. എങ്ങനെയുണ്ട്? എന്റെ മുമ്പിലേക്കല്ല വരുന്നത്, എനിക്ക് ഹിപ്നോട്ടിസ് അറിയാലോ. അത് ഇവർക്ക് മനസ്സിലായില്ല. ഞാനിവളെ കണ്ണിലേക്ക് നോക്കിയപ്പോ ഞാൻ പറഞ്ഞു, മോളെ ഒറ്റയ്ക്ക് സംസാരിക്കുക, അച്ഛനമ്മയും പുറത്തിരുന്നോട്ടെ എന്ന്. അപ്പൊ അച്ഛനമ്മയും പുറത്തിരുന്നപ്പോ ഞാൻ ചോദിച്ചു, എനിക്കിപ്പോ മനസ്സിലായി 3 മണി വരെ എന്താണ് പണിയെന്ന്. സത്യത്തിൽ എന്താ സംഭവം എന്ന് അറിയോ? അവളുടെ കാമുകനോട് ചാറ്റ് ചെയ്യാണ് 3 മണി വരെ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോ അവൾ എന്നോട് പറഞ്ഞൊരു സീക്രട്ട് കേൾക്കണോ? അതിന് എന്നോടായതുകൊണ്ട് ഇവരൊക്കെ പറയുമല്ലോ, കാരണം ഞാൻ അതിലൊക്കെ കൂടി കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് ഇതിനകത്തൊന്നും വലിയൊരു നിയമമൊന്നുമില്ല. അപ്പൊ എന്നോട് അവള് പറയണേ, അത് സാറേ 3 മണിയോടൊന്നും അറിയില്ല. അതിന്റെ സീക്രട്ട് എനിക്ക് പറഞ്ഞുതരാ. 53 വയസ്സുള്ള എനിക്ക് ആ കൂടി കേട്ടപ്പോ എനിക്കൊന്ന് പ്രേമിക്കാൻ തോന്നി. അപ്പൊ എന്റെ ഭാര്യനോട് പറഞ്ഞു, നമുക്കൊന്ന് രണ്ടാമതൊന്ന് തുടങ്ങിയാലോ, 20 കൊല്ലം ഏതായാലും ഒന്നുകൂടി ഒന്ന് തുടങ്ങിയാലോ. കാരണം അവളുടെ ആ ആവേശം. അപ്പൊ സത്യത്തിൽ നമുക്ക് ഈ പ്രണയം വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 മണി അറിയില്ല, നമ്മൾ ചാറ്റ് ചെയ്യണമെന്ന് അറിയില്ല, നമ്മൾ ഫേസ്ബുക്കിലാണെന്ന് അറിയില്ല, നമുക്ക് രാത്രി ഉണ്ടെന്ന് അറിയില്ല, ഭക്ഷണം കഴിക്കണം എന്നറിയില്ല, പ്രേമത്തിന് കൈയും മൂക്കും കാലും ഇല്ല എന്നൊക്കെ പണ്ടേതൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് തമാശയായിട്ട് പറയല്ല, ബിക്കോസ് ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് ലവ് ദാറ്റ് വി ക്രിയേറ്റ്. അപ്പൊ നമുക്ക് ഏറ്റവും ഒന്നിനെ അങ്ങ് പ്രണയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്നത് നമ്മൾ അറിയേയില്ല. അതുകൊണ്ട് എന്റെ മക്കളോട് എന്റെ റിക്വസ്റ്റ്, നിങ്ങൾ വേറെ ആരെങ്കിലും പ്രേമിക്കണമൊക്കെ പിന്നെ മതി, തൽക്കാലം ആ ഏടാക്കൂടത്തിലൊന്നും പോയി ചാടണ്ട, എനിക്ക് പണി ഉണ്ടാക്കരുത്. നിങ്ങൾ യു ഷുഡ് ലവ് യുവർ ഫിസിക്സ്, ലവ് യുവർ കെമിസ്ട്രി, ലവ് യുവർ ബയോളജി അറ്റ്ലീസ്റ്റ് ടിൽ September 12. അങ്ങനെ സംഭവിച്ച എന്ത് പറ്റുന്നറിയോ? നിങ്ങളുടെ ലവ് എനർജി കൂടും. ലവ് എനർജി അങ്ങോട്ട് കൂടിയിട്ട് എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന്റെ വൈബ്രേഷൻ 1,00,000 മുകളിൽ പോകും. ഇത് വേണമെങ്കിൽ നാളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടാൽ, നിങ്ങൾ പരീക്ഷിച്ചിട്ട് ഇത് പരാജയപ്പെട്ടാൽ എഴുതി വെച്ചോ, ഞാൻ അന്നത്തോടുകൂടി എന്റെ മോട്ടിവേഷൻ ക്ലാസ് നിർത്തും. കാരണം എനിക്ക് ഏറ്റവും വരുമാനം കിട്ടുന്നതും എന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നതും ഈ ഒരു മേഖലയിലാണ്. എൻ്റെ ഒരു സന്തോഷം ഞാനിപ്പോ പറയാം, നൂറുദ്ദീൻ സാറിനും സക്കീർ സാറിനും അറിയാം, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കിൽ ഡെവലപ്മെന്റ് ഒരു യൂണിവേഴ്സിറ്റി അമേരിക്കയിലാണ്, US-ലാണ്. അതിന്റെ ഇന്റർനാഷണൽ ബോർഡ് ഉണ്ട്. ലോകത്തിലെ 25 രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 25 വ്യക്തികളാണ് ആ ഒരു യൂണിവേഴ്സിറ്റിയെ നയിക്കുന്നത്, അതിന്റെ തലപ്പത്തിരിക്കുന്നത്. അതിൽ 25ാമത്തെ വ്യക്തിയായി കഴിഞ്ഞ ദിവസം എനിക്കാണ് അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 2 ആളുകൾക്കാണ് ഈ ഒരു ഭാഗ്യം വന്നത്. അപ്പൊ ഞാൻ എന്റെ ഇത് സാറിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ബോർഡ് ഓഫ് സ്കിൽസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലെ ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണത്. അപ്പൊ അവര് ഇന്ത്യയിൽ വന്നപ്പോ എന്തോ എന്നെയാണ് അവർക്ക്, എനിക്കറിയില്ല ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്ന്. എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഞാനിത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മളെ തേടി എത്തുന്നു? September 12 കഴിഞ്ഞാൽ MBBS നിങ്ങളെ തേടി എത്തണം. നിങ്ങൾ MBBS തെരഞ്ഞു പോവരുത്. ഡോണ്ട് റൺ ആഫ്റ്റർ ദിസ്. ഇറ്റ് ഷുഡ് കം ടു യു. എങ്ങനെ വരും? യു ഷുഡ് ബിക്കം എ മാഗ്നറ്റ്. യുവർ മൈൻഡ് ഷുഡ് ബിക്കം എ മാഗ്നറ്റ് ടു അട്രാക്ട് ഇറ്റ്. അത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ അട്രാക്ട് ചെയ്തിരിക്കും. എന്തുകൊണ്ടാണ് വളരെ സ്നേഹമുള്ള ഒരാളുടെ അടുത്തേക്ക് നമ്മൾ അറിയാതെ എത്തിപ്പെടുന്നത്? എന്തുകൊണ്ട് ചില സ്ഥലത്ത് പോയാൽ നമുക്ക് പോരാൻ തോന്നില്ല? നിങ്ങളൊക്കെ നിങ്ങളുടെ മതാചാര വിശ്വാസ പ്രകാരമുള്ള ചില സ്ഥലങ്ങൾ, ചില അമ്പലങ്ങൾ, ചില പള്ളികൾ, അവിടെയൊക്കെ പോയാൽ നമുക്ക് പോരാൻ തോന്നില്ലല്ലോ. എന്തുകൊണ്ട് പോരാൻ തോന്നണില്ല? അവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്നുണ്ട്. ആ എന്തോ എന്തെന്നറിയാമോ? ദാറ്റ് ഈസ് എ ലവ് എനർജി, അൺകണ്ടീഷണൽ ലവ് എനർജി. അപ്പൊ നാളെ മുതൽ എന്റെ കുട്ടികളോടുള്ള എന്റെ പ്രയർ എന്ന് പറയുന്നത്, ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്ന് എനിക്കറിയാം. നിങ്ങൾ ഫിസിക്സ് എടുക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താണ്? ഓ എന്റെ ദൈവമേ, ആലോചിക്കാൻ വയ്യ, ഇതൊക്കെ കൂടി എന്നാണ് ഞാൻ ഇനി തീർക്കുക.
അപ്പൊ തന്നെ ലവ് പോയിട്ട് ഒരു ഒന്നുമില്ല. അതുകൊണ്ടൊരു ഫിസിക്സിനോട് നമുക്കൊരു വെറുപ്പങ്ങ് വന്നു. ഈ കുന്ത്രണ്ട ഞാനൊക്കെയാണ് എന്താ പറയുക, ഈ ഹെയ്സൻബർഗിനെയൊക്കെ കണ്ട കൊല്ലും ഞാൻ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തോന്നിയാസൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു, വല്ല പണിയുണ്ട. നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കും. ഞാനങ്ങനെ പണ്ട് പഠിച്ചപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഈ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം മെക്കാനിസം തല്ലു കൊടുക്കാൻ തോന്നും. വേണ്ടാത്ത വൃത്തിയിട്ട സാധനം പഠിപ്പിച്ച് നമുക്ക് പണി ഉണ്ടാക്കണേ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ടാണ് പലപ്പോഴും പഠിക്കാനിരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റുവെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിന്റെ ഫ്രീക്വൻസി താഴേക്ക് ഒരു 25,000 30,000 വരും. ഞാൻ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്യാം. നമ്മളൊരു മരണ വീട്ടിൽ ചെന്നാൽ എന്താ സംഭവിക്കാം? മരണം സംഭവിച്ചൊരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരുന്നത്. പക്ഷെ മരണം കേട്ടു, ആ വീട്ടിലേക്ക് ചെല്ലും തോറും നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് തകർന്നു പോയി. നമ്മൾ ആകെ ഡൗൺ ആയി. നമുക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സന്തോഷിക്കാനോ ഒന്ന് സംസാരിക്കാനോ പോലും പറ്റാതെ നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞു പോകും. യുനോ വൈ? ഇന്നേ വരെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണതെന്ന്? ഉത്തരം, അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുടെയും മൈൻഡിന്റെ ഫ്രീക്വൻസി 20,000 താഴെയാണ്. മരണം സംഭവിച്ച വീട്ടിൽ എനിക്ക് സയൻസ് അറിയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് അറിയില്ല. ഇതിന്റെ പേര് വൈബ്രിയോണിക്സ് എന്നാണ്. വൈബ്രിയോണിക്സ് ഇത് ലോകത്തിൽ തന്നെ പഠിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 10 20 പേരിൽ താഴെ ഉണ്ടാവും ഈ ശാസ്ത്രം പഠിച്ചവര്. വൈബ്രിയോണിക്സ്. എനിക്കൊരാളെ കണ്ടാൽ അയാളുടെ മൈൻഡിന്റെ വൈബ്രേഷൻ എത്രയെന്ന് ഞാൻ പറയും. ഞാനൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിലെ അന്തരീക്ഷത്തിന്റെ വൈബ്രേഷൻ എത്രയെന്ന് ഞാൻ പറയും. എനിക്ക് കണക്കൂട്ടാൻ അറിയാം. അപ്പൊ എന്നെ കാണാൻ വരുന്ന കുട്ടികളോടും എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയും, നിങ്ങളുടെ പ്രശ്നം ഈ വൈബ്രേഷന്റെ കുറവാണ്. ഇത് നിങ്ങൾ അന്ധവിശ്വാസമായിട്ട് തോന്നരുത് കേട്ടോ. ഇതിന് കെമിസ്ട്രിയാണ്. എന്താ കെമിസ്ട്രി? നിങ്ങൾക്ക് അറിയില്ലേ? ഇലക്ട്രോൺ കറങ്ങുന്നു ന്യൂക്ലിയസിന് ചുറ്റും. അതിന്റെ വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ വൈബ്രേഷൻ. അല്ലാണ്ട് അൺസയന്റിഫിക് അല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു അന്ധവിശ്വാസം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കില്ല. ഐ എം ടോക്കിംഗ് ഓൺലി ഇൻ ദ ബേസിസ് ഓഫ് സയൻസ്. അപ്പോ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മരണം വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരുടെയും മൈൻഡിന്റെ ഫ്രീക്വൻസി താഴെയാണ്. അത് നമ്മളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ താന്നു പോകും. അപ്പൊ ഫിസിക്സിനെ കാണുമ്പോൾ, കെമിസ്ട്രിയെ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് പറയണോ ഇത് ഒരുപാട് പഠിക്കാനുണ്ട്, ഇത് 2 കൊല്ലമായില്ലേ, ഒന്നും തലേ കയറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പോലും നമ്മുടെ ഫ്രീക്വൻസിയെ താഴ്ത്തും. അതാണ് ഇപ്പൊ ഇതുവരെ നിങ്ങൾക്ക് പലർക്കും സംഭവിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല, സംഭവിച്ചിട്ടുണ്ടാവുക അതാണ്. ഇത് തിരുത്തിയാൽ മാത്രം മതി. വേറൊരു മോട്ടിവേഷനും നിങ്ങൾക്ക് ആവശ്യമില്ല. വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. കാരണം എവറിത്തിങ് ഈസ് ഇൻ യുവർ ബ്രെയിൻ. പണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, സബ്ജക്റ്റീവ് മൈൻഡും ഒബ്ജക്റ്റീവ് മൈൻഡും ഒക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടതും കേട്ടതും പഠിച്ചതും മുഴുവൻ നിങ്ങളുടെ സബ്ജക്റ്റീവ് മൈൻഡിൽ ഇരിപ്പുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. നിങ്ങളുടെ മെമ്മറി വളരെ ഷാർപ്പാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഭയം എന്ന് പറയുന്ന ഒരു സാധനം ഈ സ്നേഹത്തെ കീഴടക്കിയിട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്നെ കാണാൻ കഴിയുന്നതുകൊണ്ടാ, എനിക്കും ക്യാമറയ്ക്കും ഇടയിൽ ഒബ്സ്റ്റക്കിൾസ് ഇല്ലാത്തത് കൊണ്ടാ. എന്നാൽ നോക്കിക്കോളൂ, ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാണ്ടിയാവും. വൈ? ഞാൻ എന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്റെ ലാപ്ടോപ്പിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പിടിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാണ്ടിയായി. ഭയം വന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള സർവ്വ കഴിവുകളും നഷ്ടപ്പെട്ടു പോകും. എല്ലാം ഉള്ളിലുണ്ട്. ഇപ്പൊ സൂര്യൻ ചില സമയത്ത് പകൽ സമയത്ത് മറയുന്നത് കണ്ടില്ലേ? എന്തുകൊണ്ടാ? ഒരു കാർമേഘം വന്നാൽ മതി. പക്ഷെ സൂര്യൻ അവിടെ തന്നെ ഉണ്ട്, ജ്വലിച്ചു നിൽക്കുന്നു. കാർമേഘത്തിന് സൂര്യനെ മറയ്ക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ സർവ്വ കഴിവുകളെയും മറയ്ക്കാൻ ഭയം എന്ന് പറയുന്ന ഒരു സാധനത്തിന് സാധിക്കും. അപ്പോൾ ആകെ ഇന്ന് 3 വിഷയം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരിത്, ആനന്ദം എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത്. ഭയം ഇല്ലാതാക്കി ആനന്ദം ഉണ്ടാകാൻ ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിനെ കണ്ണും കൂട്ടി അങ്ങ് സ്നേഹിക്കുക. ഇഷ്ടപ്പെടുകയല്ല. ഇഷ്ടപ്പെട്ട കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടക്കേട് തോന്നും. നമുക്ക് ഇഷ്ടം തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടാവും. ഡോണ്ട് ലൈക്ക് സംതിങ്. Don't like your physics, don't like your chemistry, but love your physics and love your chemistry. അപ്പൊ എന്ത് വേണം? അതിനെ കാണുമ്പോൾ നമുക്കൊരു ഒരു വസ്തുവിനെ ഇഷ്ടപ്പെട്ടാൽ അത് സ്വന്തമാക്കണം എന്ന് തോന്നൽ വരില്ലേ? അതാണല്ലോ ഇഷ്ടം എന്ന് പറയുന്നത്. അതിന്റെ ഭംഗി കണ്ട് നമുക്കത് സ്വന്തമാക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് പോലെ ഈ ഒരു ഇത് ഞാൻ നീറ്റ് എഴുതാൻ പോവാണ്, അതെനിക്ക് സ്വന്തമാക്കണം, അത് എന്റേതാക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങും. കാരണം അതാണല്ലോ ഈ പ്രണയം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടിയോ കാണുമ്പോൾ അയാളെ അല്ലെങ്കിൽ അവളെ സ്വന്തമാക്കണമെന്ന് തോന്നുന്നത്. അല്ലാണ്ട് നമുക്കാർക്കും സ്നേഹമൊന്നുമില്ല, വെറുതെ പറയ സ്നേഹം ഉണ്ടെന്ന്. സ്വന്തമാക്കണം തോന്നുക, എന്റേതാക്കണം. പക്ഷെ എന്റേതായാൽ വളരെ കുറച്ച് കഴിയുമ്പോൾ എന്റേതല്ലാതാവും. വളരെ കുറച്ച് കഴിയുമ്പോൾ അടിച്ചു പിരിയും. അതാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഇതിന് കാരണം കൂടി ഒന്ന് കണ്ടെത്തുക. കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മളോട് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ നിന്നും ടീച്ചർമാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചൊരു സാധനമുണ്ട്. പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്തൊരു കോത്താമ്പിയാണ്.
അങ്ങനെയാണല്ലോ, ചെറിയ 1ാം ക്ലാസ് മുതൽക്ക് തുടങ്ങിയില്ലേ, ആ നാളെ പരീക്ഷയാണ്, ആ വിരൽ ഇങ്ങനെ ഒരു കുലുക്കും ടീച്ചർ. അപ്പൊ തന്നെ മനസ്സിലായത് എന്തോ ഒരു കോത്താമ്പി വരുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും അച്ഛനോടും പറയും നാളെ പരീക്ഷ ഉണ്ട്. അത് പറഞ്ഞ് നമ്മൾ ടിവിയുടെ മുമ്പ് പോയിരുന്ന അടുത്ത ഡയലോഗ് അവിടുന്ന് കേൾക്കാം. പൊങ്കാല, 2 പൊങ്കാല അടുക്കളയിൽ നിന്ന്, ഒരു പൊങ്കാല അടുക്കളയിൽ നിന്നും വരും, ഒരു പൊങ്കാല ഉമ്മറത്തുനിന്നും വരും. എന്താണ് പരീക്ഷ കണക്ക് ഒരു ടി വി കണ്ടിരിക്കുക, അപ്പൊ അടുത്ത പൊങ്കാല. അപ്പൊ നമുക്ക് ഭീകരത കൂടി. അപ്പൊ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര സംഭവമാണെന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. അത് മാറ്റൽ നിർബന്ധമാണ്. പരീക്ഷ എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സിബിറ്റ് മൈ കപ്പാസിറ്റീസ്. ഞാൻ ഇത്രയും കാലം ആർജിച്ചത് മുഴുവൻ തെളിയിക്കാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ പോയി പാട്ട് പാടാൻ കിട്ടുന്ന ഒരു അവസരം പോലെ ഒരു സ്റ്റേജ്, ഒരു വേൾഡ് സ്റ്റേജ് കിട്ടുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നീറ്റ് എന്ന് പറയുന്നതിന് എന്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, യു ആർ ഗെറ്റിംഗ് എ നാഷണൽ പ്ലാറ്റ്ഫോം, ഒരു നാഷണൽ സ്റ്റേജ് കിട്ടുകയാണ് ടു പെർഫോം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തകർത്താടണം. വേറെ ഒന്നും നോക്കരുത്. ആ സ്റ്റേജിൽ നിങ്ങൾക്ക് കളിക്കാവുന്നതിന്റെ ബെസ്റ്റ് പെർഫോമൻസ് അങ്ങോട്ട് കളിക്കാം. പൊള്ളിച്ചടുക്കുക എന്നൊക്കെ പറയില്ലേ, പൊള്ളിച്ചടുക്കുക. ഒന്നും നോക്കരുത്, ഇടം നോക്കരുത്, വലം നോക്കരുത്. എങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിന് വിജയം ഉണ്ടാകും. ആ പെർഫോമൻസിലേക്ക് മാനസികമായി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്നിപ്പോ എന്നെ കേൾക്കാൻ വന്നിരിക്കുന്നത്. ആ മാനസികമായി തയ്യാറെടുക്കാനുള്ള ഷോർട്ട് കട്ട് വേറെ ഒന്നുമില്ല. എനിക്ക് നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ടും തരാനില്ല. കാരണം നിങ്ങൾക്ക് എന്ത് ഷോർട്ട് കട്ട് കിട്ടിയിട്ടും കാര്യമില്ല. അത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ പലരും പല യൂട്യൂബുകാരൊക്കെ പലതും പറയും, അങ്ങനെയാണ് ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതൊന്നും നടപ്പിലുള്ള കാര്യമില്ല. വെറുതെ നിങ്ങൾ കുറെ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് അനായാസന നടപ്പിലാക്കാൻ പറ്റും. ജസ്റ്റ് ലവ് ഇറ്റ്. നിങ്ങൾ നിസ്വാർത്ഥമായി ഇന്ന് എന്റെ ക്ലാസ് കഴിഞ്ഞ് ഫിസിക്സ് എടുക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ്, കെമിസ്ട്രി എടുക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ്, ബയോളജിയുടെ ബുക്ക് എടുക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാൻ മുമ്പ് എന്റെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ 3A പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രിപ്പിൾ A, 3 ഇംഗ്ലീഷിലെ A അക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1ാമത്തെ A എന്ന് പറയുന്നതാണ് ഇത്രയും നേരം ഞാൻ പ്രസംഗിച്ചത്. അഫെക്ഷൻ. അഫെക്ഷൻ, ലവ് ഇറ്റ്. ഭയങ്കരമായിട്ട് സ്നേഹിക്കുക. അതിന്റെ മാർഗം എന്താണ്? കണ്ണടച്ച് 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നേരം കണ്ണടച്ചിരുന്ന് ഒരു 3 തവണ ഡീപ് ബ്രീത്ത് ചെയ്തിട്ട് പറയാം, ഞാനിപ്പോ ഫിസിക്സ് സെക്കൻഡ് ഇയറിലെ +2 ഫിസിക്സ് അല്ലെങ്കിൽ +1 ഫിസിക്സ് എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. എനിക്ക് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിലായിരിക്കും ഞാൻ ഇത്തവണ നീറ്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പോണത് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ണടച്ചകത്തേക്ക് പറഞ്ഞാൽ 3ാമത്തെ A ആയി. 3ാമത്തെ A എന്ന് പറയുന്നത് അഫർമേഷൻ ആണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റീവ് മൈൻഡിന് കൊടുക്കുന്ന നിർദ്ദേശത്തെയാണ് അഫർമേഷൻ എന്ന് പറയാം. ആ അഫർമേഷൻ തെറ്റിയാൽ ആദ്യത്തെ 2 Aയും തെറ്റും, അതോടുകൂടി 3 Aയും തെറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഔട്ടാവും. ലക്ഷക്കണക്കിന് കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ട് ഔട്ടാവാനുള്ള കാരണം, സെക്കൻഡ് ഇയറും 3rd ഇയറും റിപ്പീറ്റ് ചെയ്തിട്ട് പരാജയപ്പെടാനുള്ള കാരണം അവരുടെ അഫർമേഷൻ തെറ്റിയിട്ടാണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് യു സ്പീക്ക് ടു യുവർ സെൽഫ്. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് മൈൻഡ് കൊണ്ട് നിങ്ങളുടെ സബ്ജക്റ്റീവ് മൈൻഡിന് കൊടുക്കുന്ന നിർദ്ദേശത്തെയാണ് അഫർമേഷൻ എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഫർമേഷൻ എന്താ? ചുമ്മാ ഒന്ന് ആലോചിച്ചേ. ഈ കഴിഞ്ഞ ഇത്രയും ദിവസം നിങ്ങൾ കൊടുത്ത അഫർമേഷൻ എന്താ? ദൈവമേ, സെപ്റ്റംബർ 12 ഞാൻ ഇനി ഇതിന്നും പഠിച്ചു തീർന്നിട്ടില്ലല്ലോ, എത്ര പഠിച്ചിട്ട് തലേ കയറുന്നില്ലല്ലോ, ഇതെന്തൊരു കുന്ത്രാണ്ടാണ്. ദിസ് ഈസ് അഫർമേഷൻ. ആൻഡ് ദാറ്റ് അഫർമേഷൻ ഷുഡ് വർക്ക്. ഇറ്റ് ഷുഡ് ഹാപ്പൻ. നിങ്ങൾ കൊടുക്കുന്ന അഫർമേഷൻ സംഭവിച്ചേ ആകൂ. ഞാൻ സൈക്കോളജിയുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. കാരണം എനിക്കിന്ന് സക്കീർ സാറിനോട് പറഞ്ഞു, ഞാനിന്ന് യാത്രയാണ്. 7:30 ആകുമ്പോഴേക്കും എനിക്ക് ഞാൻ കാറിലാണ്, ഡ്രൈവർ ഉണ്ട്. പക്ഷെ കാറിൽ ഇരുന്ന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. കാരണം കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നെറ്റ്വർക്ക് പോവും, എന്നെ കാണാൻ പറ്റില്ല, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് കൃത്യമായ പദ്ധതി ഉള്ളതുകൊണ്ട് 7:20 ആയപ്പോഴേക്കും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ വീട്ടിൽ, ഞാൻ ഇപ്പൊ തൃശ്ശൂരല്ലത്, തൃശ്ശൂർ ഒരു സുഹൃത്ത്, ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരാളുടെ വീട്ടിൽ, ആ വീട്ടുകാരെ പോലും എനിക്ക് പരിചയമില്ല, ഇവിടെ ആരുമില്ല. അടുത്ത വീട്ടിൽ നിന്ന് ചാവി വാങ്ങി വീട് തുറന്ന് വീട്ടിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ക്ലാസ് എടുക്കണം ഇപ്പോ, സത്യമായിട്ടും. അപ്പൊ നോക്ക് എന്തുകൊണ്ട് ഇത് സാധിച്ചു? ബിക്കോസ് ഐ ലവ് ഇറ്റ്. ഐ ലവ് വാട്ട് ഐ ഡു. ഞാൻ ഈ ക്ലാസ് എടുക്കുക എന്ന എന്റെ കർമ്മത്തെ ഞാൻ അത്ര സ്നേഹിക്കുന്നു. അതുകൊണ്ട് എന്റെ മുമ്പിൽ വഴികൾ തുറന്നു വരുന്നു, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതുപോലെയാണ് നിങ്ങളുടെ നീറ്റ് പരീക്ഷ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ വഴികളൊക്കെ തുറന്നു വെക്കും. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് മുഴുവൻ നിങ്ങളുടെ മെമ്മറിയിലേക്ക് വരും.
ആ വരണമെങ്കിൽ എന്ത് വേണം? ജസ്റ്റ് ലവ് ഇറ്റ്. ആ ലവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അഫർമേഷൻ നന്നാവണം. ഒന്നാമത്തെ എ അഫെക്ഷൻ അഥവാ ലവ് ആണ്. മൂന്നാമത്തെ എ അഫർമേഷൻ ആണ്. അഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഇന്നു മുതൽക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങുക. ഇനി രണ്ടാമത് പറയേണ്ടത് സെപ്റ്റംബർ 12 എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ദിവസമാണ്. എന്താ ഇത് പറയാൻ എന്ത് ചെലവുള്ളത്? Just say September, I love September 12 because that's a day I'm getting my opportunity to win. എന്റെ ജീവിതത്തിൽ എന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസമാണെന്ന്. അത് ഇന്നു മുതൽക്കൊന്ന് രാത്രി കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. 3 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ചിത്രം മാറും. 3-ാമത്തെ ദിവസം നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾക്ക് എന്റെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ ഗ്യാരണ്ടിയാണ് പറയുന്നത്. അതായത് 24 ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും. സർ, ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. അതിന് കാരണം നിങ്ങളുടെ വൈബ്രേഷൻ കയറിപ്പോയി. നിങ്ങളുടെ വൈബ്രേഷൻ 1,00,000 മുകളിൽ പോയി. മതി, ഇനി ഒന്നും ചെയ്യണ്ട. അപ്പൊ 3 ദിവസത്തെ നിങ്ങളുടെ അഫർമേഷനും നിങ്ങളുടെ അഫെക്ഷനും നിങ്ങൾക്ക് ഇത്ര ഉണ്ടാക്കി തരുമെങ്കിൽ അടുത്ത സെപ്റ്റംബർ 12 വരെ 3 നല്ല ദിവസം ഉള്ളത് ഇസ് മോർ ദാൻ. ഇന്ന് 22 ആയിട്ടുള്ളൂ. 10 ദിവസം ഈ മാസം ഉണ്ട്, 22 ദിവസമുണ്ട്, അല്ലെങ്കിൽ 21 ദിവസമുണ്ട്. ഐ എം വെരി ഹാപ്പി. 21 days സൈക്കോളജിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് 21 ദിവസം. അപ്പൊ എന്റെ കുട്ടികൾ ഇന്ന് മുതൽക്ക് ഈ പ്രാക്ടീസ് തുടങ്ങുക. വേറെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ ഈ സമയത്ത് നിങ്ങളുടെ സമയം കവരുന്നില്ല. വേറെ എന്തെങ്കിലുമൊക്കെ കുറെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒറ്റ കാര്യം ചെയ്യുക, രാത്രി കിടക്കാൻ നേരത്തും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ ഒരു അഫർമേഷനോട് കൂടി വരിക. September 12, I'm getting a wonderful opportunity to win and to achieve my dream. ആ ഒരു അഫർമേഷൻ പഠിക്കാനിരിക്കുമ്പോൾ I love this subject chemistry. നേരത്തെ എന്തോ അത് വിട്ടേക്ക്. I love it. Every chapter I love it and I know it. I will do the best. ഈ അഫർമേഷൻ പോയിക്കൊണ്ടേയിരിക്കണം. അത് പുസ്തകം എടുക്കുമ്പോഴും പുസ്തകം പഠിക്കുമ്പോഴും പുസ്തകം താഴെ വെക്കുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുസ്തകം താഴെ വെക്കുമ്പോൾ the moment you close the learning and move, ചായ കുടിക്കാനോ ചോറുണ്ടോ അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കാനോ ആരോടെങ്കിലും സംസാരിക്കാനോ ഒക്കെ നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ അപകടം എന്താണെന്നറിയോ? സാധാരണ കുട്ടികൾ ചെയ്യുക, 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് വായിക്കും. ഒരു 2 ചാപ്റ്റർ ഒക്കെ വായിച്ച് പുസ്തകം മടക്കിയിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു അഫർമേഷൻ പോകും. നിങ്ങൾ അറിയണില്ല അങ്ങനെ ഒരു അഫർമേഷൻ പോണത്. എന്താണെന്നറിയോ? ഇത്ര നേരം ഇരുന്നിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, കഴിഞ്ഞു, ഫിനിഷ്. അത്രയും നേരം ചെയ്തത് മുഴുവൻ വേസ്റ്റ് ആയി. ആ അഫർമേഷൻ നിങ്ങളുടെ സബ്ജക്റ്റീവ് മൈൻഡ് എങ്ങനെ റീഡ് ചെയ്യാന്നറിയോ? ഈ 2 മണിക്കൂർ ഞാൻ ഒന്നും പഠിച്ചില്ല, വെറുതെ സമയം പോയി. ആ സന്ദേശമാണ് നിങ്ങളുടെ സബ്ജക്റ്റീവ് മൈൻഡ് അതുവരെ പഠിച്ചതിന് മുഴുവൻ മാസ്ക് ചെയ്യും. അപ്പൊ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ? മൈൻഡ് ബ്ലാങ്ക് ആയി. ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല. എന്തുകൊണ്ട് ഓർമ്മയില്ല? നിങ്ങൾക്ക് സൂക്ഷിക്കാൻ അവസരം നിങ്ങൾ കൊടുത്തില്ല. നിങ്ങളുടെ അഫർമേഷൻ റോങ് ആയിരുന്നു. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട അഫർമേഷൻ, 2 ചാപ്റ്റർ സൂപ്പറായിട്ട് പഠിച്ചു. ഇത് ഇത്ര ഈസി ആയിരുന്നല്ലോ. ഇതിൽ ഏത് ചോദ്യത്തിനും ഐ എം റെഡി ടു ആൻസർ. എവിടെ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വന്നോട്ടെ, എത്ര വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്തോട്ടെ, ഐ ഡോണ്ട് മൈൻഡ്, ഐ എം ഗോയിങ് ടു ആൻസർ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. പുറത്തേക്കല്ല, അകത്തേക്ക് പറയണം, സൈലന്റ് ആയിട്ട് പറയണം. ഈ അഫർമേഷൻ കിട്ടുന്ന സമയത്തൊക്കെ കൂട്ടണം. നിങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ്, എങ്ങനെയുണ്ട് ഇക്കൊല്ലത്തെ, എന്താ പരിപാടി, എവിടെ എത്തി, റോയൽ മെർക്കുറി അക്കാദമിയുടെ കോച്ചിങ് ഒക്കെ എങ്ങനെയുണ്ട്, എവിടെ എത്തിപ്പോ നിങ്ങൾ? നമ്മളിപ്പോ സാധാരണ മറുപടി എന്താ പറയാ? അയ്യോ എവിടെ എത്തിയില്ല, ഇനി ഒരുപാട് ബാക്കിയുണ്ട്. മാത്രമല്ല ഇക്കൊല്ലം കൊറോണ വന്നുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഓൺലൈൻ ആയിരുന്നല്ല. കുണ്ടമ്പരിയും ചായയും വിൽക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ പിന്നെ ചെറിയാക്ക നമ്മള് വിമാനത്താവളത്തിന് സമയം കൊടുത്തത്. പണ്ട് മിമിക്രിയിൽ പറഞ്ഞ മാതിരി നമ്മളുടെ ഡയലോഗ്. കുണ്ടമ്പരിയും ചായയും വിൽക്കാന്ന് ഗ്യാരണ്ടീന്റെ മുകളിലാണ് ആര് ഉസ്മാൻ കാക്ക ആർക്ക് എന്തിനു സ്ഥലം കൊടുത്തത്? വിമാനത്താവളത്തിന് സ്ഥലം കൊടുത്ത്, വിമാനത്തിലെ ഉണ്ടമ്പരിയും ചായയും കൊടുക്കാനേ. അങ്ങനെയാണല്ലോ വിമാനത്താവളത്തിന് സ്ഥലം കൊടുത്തത്. ആരെയാണ് നമ്മുടെ ഒരു ഡയലോഗ്. എന്താ എങ്ങനെയുണ്ട്? സെപ്റ്റംബർ 12 അടുത്തല്ലേ, എത്തിയില്ലേ, 2 കൊല്ലയിലെ പഠിക്കുന്നു, റിപ്പീറ്റ് ഒക്കെ ചെയ്തില്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട്? എന്തുണ്ടാവാൻ, കൊറോണ അല്ലേ, അതുകൊണ്ട് പക്ഷെ ഓൺലൈൻ ആയിരുന്നില്ലേ, ഞങ്ങൾക്കിപ്പോ അങ്ങനെ ഒന്നൊക്കെ ഇങ്ങനെയും അങ്ങനെയൊക്കെ ഇപ്പൊ തന്നെയല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, അങ്ങനെ ഇങ്ങനെയും കൂടി ഇങ്ങനെയല്ലേ. ഇതൊക്കെയാണ് ഡയലോഗ്. ഈ ഡയലോഗാണ് അഫർമേഷൻ ആയിട്ട് മാറും, ഉള്ളിലേക്ക് പോകും. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ പറ്റിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് പ്ലീസ് പ്ലീസ് പ്ലീസ്, എന്റെ ഹംബിൾ പ്രയർ ആണ് എന്റെ കുട്ടികളോട്, പ്ലീസ് ഇന്ന് മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ പാരന്റ്സ് ചോദിക്കുക, എങ്ങനെയുണ്ട് മോളെ, മോനെ എങ്ങനെയുണ്ട് ഇക്കൊല്ലത്തെ എന്താ സ്ഥിതി, നോക്കിക്കൊമ്മ 12-ാം തീയതി ഒരു ഡോസ് ഉണ്ടോ, ഐ വിൽ ഷോ യു, ഐ വിൽ ഡു ഇറ്റ്. കഴിഞ്ഞു, ഫിനിഷ്. നിങ്ങളുടെ മനസ്സാണ് അത് കേൾക്കണം, അച്ഛനും അമ്മയും അല്ല കേൾക്കുന്നത്.
നിങ്ങൾ എന്ത് പറയണതും കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സിനോട് ദയവായിട്ട് ഈ ഇത് പറയാതിരിക്കുക. 2, ഫ്രണ്ട്സിനോട് ഞാൻ കുറെ പഠിച്ചിരുന്നു എന്ന് അവര് കേട്ടാൽ അവർക്ക് എന്താ തോന്നുക എന്ന് കരുതിയിട്ട് മാറ്റി പറഞ്ഞേക്കരുത്. നീയൊക്കെ പഠിച്ചാ? ഞാനൊക്കെ പഠിച്ചു. ഞാനൊന്നും പഠിച്ചില്ല, ഞാനൊന്നും പഠിച്ചില്ല. അപ്പൊ ഈ 1.5 കൊല്ലത്തെ അധ്വാനം വേസ്റ്റ്. തിരിച്ചു പറഞ്ഞു പഠിക്കണം. നീ പഠിച്ചാ? അയ്യോ ഞാനൊന്നും പഠിച്ചില്ല. നന്ദി നടന്നട്ടാ, ഞാൻ കംപ്ലീറ്റ് പഠിച്ച് സെറ്റായി, എനിക്ക് നത്തിങ് ടു വറി. ഇത് കേൾക്കുമ്പോ മൈൻഡ് അകത്തിരുന്നൊരു മൈൻഡ് കേൾക്കുന്നുണ്ട്, സബ്ജക്റ്റീവ് മൈൻഡ്. പണ്ട് ഞാൻ ഹിപ്നോട്ടിസ് ഒക്കെ പറഞ്ഞു തന്നില്ലേ, ആ മൈൻഡ് കേൾക്കുന്നുണ്ട്. അവൻ അന്തം വിടും. അത്രയൊക്കെ പഠിച്ച അവൻ തന്നെ ഒരു അത്ഭുതവും. പക്ഷെ 4 വട്ടം പറഞ്ഞാൽ പുള്ളിക്ക് കാര്യം മനസ്സിലാവും. പിന്നെ പണിയെടുക്കേണ്ടത് അവന്റെ ജോലിയാണ്. സോ ദിസ് ലെവൽ മൈ ഡിയർ ഫ്രണ്ട്സ്, യു ഹവ് ടു മൂവ്. അപ്പൊ 3-മത്തെ ബാക്കിയില്ലേ? എനിക്ക് 2 മിനിറ്റ് കൂടി സമയമുണ്ട്. 1-മത്തെ ഞാൻ ആവർത്തിക്കുന്നു, പ്ലീസ് ലവ് വാട്ട് യു ഡു. 1-മത്തെ 3-മത്തെ അഫർമേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇന്ന് മുതൽക്ക് 21 ദിവസം. 2-മത്തെ എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഏറ്റവും കൂടുതൽ എന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് അക്സെപ്റ്റൻസ്. ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കുമ്പോഴും 2 കൈ നീട്ടി സ്വീകരിക്കാം. എന്ന് നോക്കരുത്, 2 കൈ നീട്ടി സ്വീകരിക്കാം. ഒരു കാരണവശാലും മനസ്സിനെ സ്ട്രെസ്സിന് വിട്ടുകൊടുക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ സ്ട്രെസ് ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. ആ സ്ട്രെസ് നിങ്ങളെ നശിപ്പിക്കും. അപ്പൊ സ്വയം എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കാതിരിക്കണം. നമ്മുടെ മനസ്സിന് ദയവായിട്ട് അനാവശ്യമായ ഈ സ്ട്രെസ്സുകൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. കാരണം നമുക്ക് ചുറ്റും എപ്പോഴും എങ്ങനെയാണ്, അതൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം. സോ അങ്ങനത്തെ കാഴ്ചകൾ കാണാതിരിക്കുക, അങ്ങനത്തെ ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുക, അങ്ങനത്തെ ചിന്തകൾ കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക. അതിന് 3 മാർഗങ്ങളാണുള്ളത്. നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ അതിന് രക്ഷപ്പെടാനുള്ള 3 മാർഗങ്ങളിൽ ഒന്ന്, എന്താ പറയാ, അതിനെ ഡീവിയേറ്റ് ചെയ്യുന്ന ഡീവിയേഷൻ ടെക്നിക്ക് എന്ന് മനഃശാസ്ത്രം പറയും. ഉടനെ തന്നെ മറ്റൊരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവന്ന് അതിന് ഡീവിയേറ്റ്. 2, ചിലർ 5 മിനിറ്റ് കൂളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോസിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്ത് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നല്ല കാഴ്ചയിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി അത് ആസ്വദിക്കുക. 3-മത്തേത് ബ്രെയിൻ സ്വിച്ച് ഓഫ് ആണ്. അത് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളെ 10 ആളുകൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ സ്ട്രെസ്സിന് നമ്മളെ വിട്ടുകൊടുക്കാതിരുന്ന, ഇപ്പൊ നമ്മൾ പറയില്ല എന്നെ ഞാൻ വിട്ടു തരില്ല എന്ന് നമ്മൾ ഒരു അധികാരത്തോടുകൂടി പറയും പോലെ നെവർ, ഒരിക്കലും നിങ്ങളെ മറ്റൊരു ഇത്തരം ഒരു സാഹചര്യത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക. പിന്നെ എൻ്റെ ഒരു ഉറപ്പ് ഞാൻ പറയാം, ഈ വർഷം സാമാന്യേന പഠിച്ച കുട്ടികൾക്കൊക്കെ എങ്ങനെ പോലും 650ന്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് കാരണം നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കുറഞ്ഞ കാലമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് എനിക്കറിയാം തമിഴ്നാട്ടിൽ, കർണാടക, ഞാൻ ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതുപോലത്തെ നല്ല കോച്ചിങ് ഇല്ല. ഉണ്ട്, ചെന്നൈയിലുണ്ട്, അല്ലെങ്കിൽ മുംബൈയിലുണ്ട്, വളരെ മെട്രോയിൽ മാത്രമേ ഇങ്ങനത്തെ കോച്ചിങ്സ് ഒക്കെ കിട്ടുന്നുള്ളൂ. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ മാനേജ് ചെയ്ത് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേറെ ഇവിടെ ഇല്ല. സോ ഓൺലി ഫ്യൂ സ്റ്റുഡൻസ് ആർ യുവർ കോമ്പറ്റീറ്റേഴ്സ്. കഴിഞ്ഞ കൊല്ലം 16-18 ലക്ഷം കുട്ടികളായിരുന്നു നിങ്ങളോട് മത്സരിച്ചിരുന്നെങ്കിൽ ഇത്തവണ അതിലെ 0 വെട്ടിക്കൊള്ളൂ. സോ യു ആർ ഗെറ്റിംഗ് more opportunity, my friends. Please use the opportunity. This opportunity you will never get again. Don't expect that in 2022 you will get another opportunity. Grab the opportunity and you will win. ഉറപ്പാണ്. അത് തന്നെ മനസ്സിൽ മന്ത്രമാക്കുക. I will do fantastically well this year and I will achieve my dream, no doubt. നിങ്ങൾക്ക് സംശയം വന്നാൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ലോകത്തിൽ ഒരു കുട്ടിക്കും സാധിക്കില്ല. Don't have a doubt in yourself. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ഉണ്ടാവരുത്, ഒരാളോടും പറയേക്കരുത്. ബി ഫുൾ കോൺഫിഡന്റ്. അവനവനിൽ ഉറച്ചു വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയത് നിങ്ങളെ മാത്രമാണ്. ഇത്ര മാത്രമാണ് എനിക്ക് ഈ സമയത്ത് തരാനുള്ളത്. കൃത്യം 1 മണിക്കൂർ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. എനിക്ക് ഇനിയും എൻ്റെ യാത്ര തുടരേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. കാരണം ഒരു വളരെ ഡിഫറെന്റ് ആംഗിളിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. കാരണം എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ പോയത് ഞാൻ ഇതുവരെ ക്ലാസ് എടുക്കാത്ത കുട്ടികളാണെന്നാണ്. അപ്പോൾ എൻ്റെ ഒരു പതിവ് ഒരു രീതി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നിങ്ങളൊന്ന് കണ്ട് ഞാൻ ഈ മീറ്റിംഗിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നൂറുദ്ദീൻ സാറിന്റെ ഒരു ഇൻട്രോ കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ചങ്ക് ബ്രോസ് ആണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ചങ്ക് ബ്രോസിനോട് പിന്നെ ഇത്തിരി നേരം കൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു മനഃശാസ്ത്രം മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങളുടെ ചില വാക്കുകൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. And thank you for all opening your videos and listening so interestingly.
ഇതൊരു വലിയ സയൻസും കൂടിയാണ്. പിന്നെ 1-2 കാര്യങ്ങൾ എക്സ്ട്രാ പറയാം. ഈ നീറ്റ് നന്നായിട്ട് എഴുതുക. എന്ത് റിസൾട്ട് കിട്ടിയാലും 2 കൈ നീട്ടി സ്വീകരിക്കുക. നിങ്ങളുടെ റിസൾട്ടിൽ എല്ലാം നല്ലതുണ്ടാവട്ടെ. മെഡിസിൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നമ്പർ സക്കീർ സാറിൻ്റെ അടുത്ത്, നൂറുദ്ദീൻ സാറിൻ്റെ അടുത്തുണ്ട്. യു കളക്ട് ഇറ്റ് ഫ്രം ദം. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ MBBS കിട്ടിക്കഴിഞ്ഞാൽ പോലും കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ MBBS ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഒരു പടി ആഡ് ഓൺ പ്രോഗ്രാംസ് നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യണം. പ്രത്യേകിച്ചും ടെക്നിക്കൽ കോഴ്സുകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. നമ്മൾ എഞ്ചിനീയറിംഗ് നിന്ന് കഴിച്ചലായിട്ടാണ് മെഡിസിൻ വന്നത്. എന്നാൽ ഇനി ഫ്യൂച്ചർ ഓഫ് മെഡിസിൻ എന്താണെന്നറിയാമോ? മെഡിസിൻ വിത്ത് എഞ്ചിനീയറിംഗ് ആണ്. ഇനി അങ്ങനെയാണ് പോവുക. എന്ന് വെച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും റോബോട്ടിക്സ് പഠിക്കണം, നിങ്ങൾ നിർബന്ധമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കണം, നിങ്ങൾ നിർബന്ധമായിട്ടും മെഷീൻ ലേണിംഗ് പഠിക്കണം. ഇതൊക്കെ പഠിച്ചാലേ ഇനി നിങ്ങൾക്ക് മെഡിസിൻ പഠനം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അതിലൊക്കെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. പിന്നെ ഇതിന് തുടർന്നുള്ള ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് എവിടെയെങ്കിലും നമുക്കൊരു പാളിച്ച സംഭവിച്ചു എന്ന് കരുതുക, അങ്ങനെ വരാതിരിക്കട്ടെ. സപ്പോസ് നമ്മളുടെ ആ ഒരു ഡ്രീമിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്നെ വിളിക്കണം. ഞാൻ നിങ്ങളുടെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് വേണ്ട എല്ലാ സഹായവും, അവിടെ ഏറ്റവും നല്ലൊരു കരിയറും ഏറ്റവും നല്ലൊരു കോഴ്സും നമുക്ക് ഡിസൈൻ ചെയ്ത്, എന്നെ ഇപ്പൊ കേൾക്കുന്ന എൻ്റെ 100 ചില്ലാനം കുട്ടികൾ, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 110 കുട്ടികൾ, ഈ 110 കുട്ടികളോടും ഞാൻ നിങ്ങളുടെ ഒരു കുടുംബാംഗം എന്ന രീതിയിൽ, നിങ്ങളുടെ അച്ഛൻ്റെ പ്രായം, കാരണം നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി എനിക്കുണ്ട്, അതുകൊണ്ട് എൻ്റെ മകനും മകളും ഒക്കെ നിങ്ങളുടെ പ്രായക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പിതാവിന്റെ ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ ആരും തന്നെ ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. സിൻസ് യു ആർ വിത്ത് സക്കീർ സാർ ആൻഡ് നൂറുദ്ദീൻ സാർ, ഈ ഒരു ഫാമിലിയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. ദാറ്റ് ഈസ് മൈ പ്രോമിസ് ടു യു. അതെന്റെ പ്രോമിസാണ്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ചിരിച്ച മുഖം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിർത്തിത്തരാൻ എന്നെ വിശ്വസിച്ചോളൂ. നിങ്ങൾ, ഞാൻ എൻ്റെ നെഞ്ചത്ത് തൊട്ടിട്ടാ പറയണത്, ഇറ്റ്സ് മൈ പ്രോമിസ് ടു യു. അപ്പൊ നിങ്ങൾ റിസൾട്ട് കിട്ടിയ ശേഷം എൻ്റെ നമ്പർ വാങ്ങി എന്നെ വിളിക്കണം. ഫോൺ ചെയ്തോ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല, ചിലപ്പോൾ എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ ആയിക്കോളണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിൽ പലർക്കും എന്നെ അറിയാം, ഞാൻ അങ്ങനെ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഞാൻ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഞാൻ രാത്രി കിടക്കണതിന് ചിലപ്പോൾ 2 മണിയോ പുലർച്ചയ്ക്ക് 3 മണി വരെയൊക്കെ ഞാൻ ഈ കുട്ടികളുടെ വോയിസ് കേട്ട് മറുപടി അയച്ചിട്ടാണ് കിടക്കാറ്. അപ്പൊ അതൊക്കെ ഐ ക്യാൻ പ്രോമിസ് യു. നിങ്ങൾ ഈ കുട്ടികൾ ലോറൽ മെർക്കുറിയിൽ വന്ന ഈ കുട്ടികൾ, ഒരു കുട്ടി പോലും നിരാശരാവാതിരിക്കുക. അത് എന്റെയും കൂടി ആവശ്യമാണ്. ബിക്കോസ് ഐ സ്പോക്ക് ടു യു ആൻഡ് യു ലിസൺ ടു മീ. സോ ഐ ഹാവ് എ ബോണ്ടേജ് ടു യു, ഐ ഹാവ് സർട്ടൻ കമ്മിറ്റ്മെന്റ്സ് ടു യു. അപ്പൊ നിങ്ങളുടെ ഏതൊരർത്ഥത്തിലും നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും വളരെ ഹാപ്പി ആക്കുന്ന ഒരു ജോലി അതെനിക്കും കൂടി ഉണ്ട്. സക്കീർ സാറിനും അതുപോലെ തന്നെ നൂറുദ്ദീൻ സാറിനും ഉള്ളതുപോലെ ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗമായതുകൊണ്ട് ഐ ടു ഹാവ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ആൻഡ് മൈ പ്രയേഴ്സ് ടു യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നാളെ മുതൽക്കുള്ള എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോ കുട്ടിയും ഉണ്ടാകും എന്നുറപ്പാണ്. അതിന്റെ ഒരു ഗുണം നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോ ഇത്രയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ, ആൻഡ് താങ്ക് യു സക്കീർ sir and Nuruddin sir for blessing me to talk to all my brothers and sisters once again. And I love you all people, and I don't have words to express my happiness. Thank you very much. Thank you very much sir. എന്തായാലും സാർ ഒരു 5 minutes കൂടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അമ്മ പാരന്റ്സ് ഉണ്ട്. പിന്നെ സാറ് എണ്ണം പറഞ്ഞപ്പോ അതിലൊരു 25 മോർ ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം 2-3 കുട്ടികളൊക്കെ ഹോസ്റ്റലില് ഒരു ഫോണിൽ 3 കുട്ടികളൊക്കെ വെച്ച് ഇരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ കുറച്ചുകൂടി കൂടുതൽ ആള് സാറിനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, സാറിനെ കുറെ എന്താ പറയാ തിരക്കുകൾക്കിടയിൽ ഞാൻ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത്. അങ്ങനെ സാറ് വന്നതിലെല്ലാം വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു സാർ. അതുപോലെ സാറ് പ്രോമിസ് ചെയ്ത പോലെ ഈ കുട്ടികൾക്ക് എനി ടൈം സാറിനെ കോൺടാക്ട് ചെയ്യാനുമുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. യെസ്, ഓൺലി ഫോർ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ പറയാറില്ല, ഓൺലി ഫോർ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബിക്കോസ് ഐ ലവ് ഓൾ മൈ പീപ്പിൾ സോ മച്ച്. ഞാനിപ്പോ ഇരിക്കുന്നത് നൂറുദ്ദീൻ സാറിനെ കുറിച്ച് ചോദിച്ചാൽ അറിയാം, സക്കീർ സാറിന് അറിയാം. ഒരു സെക്കൻഡ് എന്റെ ലൈഫിൽ, ഒരു സെക്കൻഡ് ഈ തിരുവോണമായിട്ട് ഒരു ഊണ് കഴിക്കാൻ പോലും കുടുംബത്തിനോടൊപ്പം മര്യാദയ്ക്ക് ഇരിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ ഷെഡ്യൂൾ ഐ ഹാവ്. കുട്ടികൾക്ക് അറിയുമെന്നറിയില്ല, എന്റെ പേര് എന്റെ ഈ സ്ക്രീനിന്റെ താഴെ എന്റെ ഒരു പ്രൊജക്ടിന്റെ പേര് കാണാൻ. നിങ്ങൾ 24 ചാനലിലെ ന്യൂസ് കാണാറുണ്ടോ എന്നറിയില്ല, ഫ്ലവേഴ്സ് ടിവിയിലെ പ്രോഗ്രാംസ് കാണാറുണ്ടോ എന്നറിയില്ല. അവിടെയൊക്കെ എന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കാണാൻ, ജെനെക്സ് എന്ന് പറഞ്ഞിട്ട്.
അത് വേൾഡിൽ തന്നെ ആദ്യത്തെ ഒരു വലിയ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അത് അവതരിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു സ്വന്തം കമ്പനിയാണ്. അത് ലോകത്തിലെ 100 ചില്ലാനം രാജ്യങ്ങളിലാണ് ഈ ഒരു പ്രൊജക്ട് പോകുന്നത്. വിദ്യാഭ്യാസത്തിലെ ഒരു വലിയ വിപ്ലവമാണ് നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് ഒഴിവില്ലാത്തത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സമയമുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ നിങ്ങളുടെ അടുത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ്. ഹലോ സർ. ഹായ്. ഓ സിതാര, I know you will be first. I'm so happy. എന്താ പറയാ, സാറിന് ഇത്രയും അച്ചീവ്മെന്റ്സ് ഉണ്ടായെന്ന് അറിഞ്ഞതിൽ വളരെ ഹാപ്പിയാണ്. ഐ എം സോ ഹാപ്പി ഫോർ യു. പിന്നെ എന്താ പറയാ, അത്രയും തിരക്കുള്ള മനുഷ്യനാന്നറിയാം. കാരണം പക്ഷെ എന്നിട്ടും സാറ് ഞാനൊക്കെ വിളിക്കുമ്പോ ഫോൺ എടുക്കും. എന്നിട്ട് ഒരു മിനിറ്റെങ്കിലും സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ വെക്കുള്ളൂ. അപ്പൊ എന്താ ആ ഒരു കമ്മിറ്റ്മെന്റ്, അതൊക്കെയാണ് അതൊക്കെ ഭയങ്കര ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ് ശരിക്കും. പിന്നെ സാറിനോട് ഞാൻ പേഴ്സണൽ ആയിട്ട് എനിക്ക് കുറെ ടൈം കിട്ടിയിട്ടുണ്ട് സാറിനോട് സംസാരിക്കാൻ തന്നെ. അതൊക്കെ ഐ എം ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. പിന്നെ സാറ് പറഞ്ഞ വാക്കുകളൊക്കെ എന്താ പറയാ, സയൻസ് ഇന്നത്തേത് കൂടുതലും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. അപ്പം എന്താ നമ്മൾ സാധാരണ ചിന്തിക്കാത്ത പലതും സാർ പറഞ്ഞു. അതായത് നമ്മൾ അഫർമേഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കഴിഞ്ഞ എക്സാമിന്റെ ടൈമിലും സാർ ഈ അഫർമേഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് ചെയ്തപ്പം കുറെ നല്ല എഫക്ട് ഉണ്ടായി. കാരണം സാറിന്റെ അവസാനത്തെ 6 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോ എന്താ ആ ഒരു ആഴ്ച ഉണ്ടായത് ബിഗ് ചേഞ്ച് ആയിരുന്നു. ഒരു ബിഗ് ചേഞ്ച് ആയിരുന്നു. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാനിപ്പോ എഴുതിയ എന്റെ എക്സാം സാറിന് അറിയാം, സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്കുണ്ടായ ചേഞ്ചസ് അത്രയുണ്ട്. പിന്നെ അത് കാരണമാണ് ലോറൽ മിൽക്കൂറിൽ ചേർന്നത് തന്നെ. അപ്പോ എന്താ ഗ്രേറ്റ് താങ്ക്സ് ടു യു നൂറുദ്ദീൻ സർ, പിന്നെ എന്താ സക്കീർ സർ, എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രയും തിരക്കിലുള്ള സാർ ഈ ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെ ഹാപ്പിയാണ്. താങ്ക് യു സർ. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. എനിക്ക് ശരിക്കും ഫാത്തിമ സിത്താരോടുള്ള ഒരു വാശിയും കൂടിയാണ് സാറിനെ കൊണ്ടുവന്നത്. കാരണം ഞാൻ പല പ്രാവശ്യവും സാറിനെ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ അത് കൊണ്ടുവരാൻ പറ്റിയാലും എനിക്ക് വളരെയധികം ഒരു എന്താ പറയാ, സാറിനോട് നന്ദി പറയണം. കാരണം ഫാത്തിമ സിത്താരൊക്കെ പല പ്രാവശ്യം എന്നോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതിന്റെ പേരിലും ഞാൻ പല പ്രാവശ്യം സാറിനെ ശ്രമിച്ചു. എന്നിട്ട് അന്നൊരു അസുഖം ഇതൊക്കെ കാരണം അത് ഒഴിവായി പോയതാണ്. എന്നാൽ ഇപ്പൊ ഫാത്തിമ സിത്താര തന്നെ വളരെയധികം ആ കാര്യങ്ങൾ സംസാരിച്ചതിൽ എന്തായാലും വളരെ സന്തോഷം. സിത്താര ഒരു തവണ എനിക്കറിയില്ല എത്ര തവണ വിളിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ വിളിച്ചപ്പോഴൊക്കെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് എന്റെ കുട്ടികൾ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു സന്തോഷം എന്റെ ലൈഫിലേ ഇല്ല. ഐ നോ സിത്താര വിൽ ബി നോയിങ് ഇറ്റ് ഹൗ ബ്യൂട്ടിഫുള്ളി ഐ യൂസ് ടു ടോക്ക് ടു ഹെർ. അപ്പൊ സത്യത്തിൽ ആ സമയത്തൊക്കെ ഞാൻ നിൽക്കുന്ന അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് ചുറ്റും ഒരു പട ആൾക്കാർ നിൽക്കുന്നതിന്റെ നടുക്കുന്നതാണ്. പക്ഷെ ആ കുട്ടിക്ക് അത് ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ഐ ലവ് ടു ടോക്ക് ടു പീപ്പിൾ. ആം ഐ റൈറ്റ് സിത്താര? അത്രയും തിരക്കാന്ന് ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷെ സാർ ആ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം, അത് ഒരു മിനിറ്റ് ആണെങ്കിൽ അതിലൊരു എഫക്ട് ഉണ്ടാക്കിയിട്ടേ സാർ പോയിട്ടുള്ളൂ. Thank you. My prayers to you, my dear, and thank you for coming and commenting. So great. Okay, over to other. ആരാണ് ഐഷ മ്യൂട്ട് ആണോ തോന്നുന്നു മോളെ. ഐഷ റുഫൈദ എന്തോ സംസാരിക്കുന്നു, പക്ഷെ മ്യൂട്ടാണ്. റുഫൈദ പറയൂ. Sir, first of all, congrats on your big achievement. സാറിന്റെ ഞാൻ മുന്നേ ഒരു ക്ലാസ്സിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. പക്ഷെ അന്ന് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. അതിനേക്കാളും ഡബിൾ ട്രിപ്പിൾ എന്ന് പറഞ്ഞ പോലെ എഫക്റ്റ് ഉണ്ടായിരുന്നു ഇന്ന്. കാരണം ഈ അഫർമേഷൻസ് ഒക്കെ ഞാൻ ഇപ്പൊ 2-3 hours കണ്ടിന്യൂസ് പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ 1 മണിക്കൂറിൽ 40 ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് വിചാരിച്ച് ചിലപ്പം 20 ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്ത് ഇത്രയും പറ്റിയുള്ളൂ എന്ന് വിചാരിക്കലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു അഫർമേഷന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. അപ്പം അങ്ങനെ ഇനി ചിന്തിക്കാൻ പാടില്ല എന്ന് സാറിന് പറഞ്ഞതിന് വലിയ താങ്ക്സ് ഉണ്ട് അതിന്. അപ്പം എനിക്ക് പറ്റുന്ന പോലൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ കയ്യബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ എക്സാമിന് എന്ന് സാർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞു. താങ്ക് യു സർ. Thank you, Aisha. What a beautiful statement you made. How beautifully you presented it. എനിക്ക് ഇതൊക്കെ കാണുമ്പോഴല്ലോ എനിക്ക് അൺബിലീവബിൾ. നമ്മുടെ കുട്ടികൾ എത്ര ഉയരങ്ങളിലാണ്, നമ്മുടെ കുട്ടികളൊക്കെ എത്ര, എനിക്ക് സത്യം പറയാം ഐഷ, ഞാൻ സിത്താരയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എന്നെ മറന്നു പോവാറുണ്ട്.
കാരണം ഞാൻ ആലോചിക്കാം നമ്മുടെ കുട്ടികളെ, എന്റെ സ്വപ്നത്തിലുള്ള കുട്ടികളൊക്കെ നിങ്ങൾ അതിലും മുകളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം ഒരു വിഷയത്തെ കണ്ട് സംസാരിച്ച് അതോറിറ്റൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കപ്പാസിറ്റി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. പ്രാർത്ഥനയിൽ ഉപരി നമ്മുടെ ശക്തിയും ഊർജ്ജവും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. യു കൻ ഡു ഇറ്റ് ആൻഡ് യു വിൽ ഡു ഇറ്റ്. താങ്ക് യു. താങ്ക് യു സർ. യെസ്, സാറ് തിരക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക് സാറിനെ വ്യക്തരാക്കാം. എന്തായാലും നിങ്ങൾ ആരെങ്കിലും അടുത്ത അഭിപ്രായങ്ങൾ പറയാം. സാറേ, ഞാനും തന്നെ ആകെ എക്സൈറ്റ് ആയിരിക്കുകയാണ്. സാർ ഈ വിവരമൊക്കെ എവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് സാറ്? ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് ഓരോ സംഭവങ്ങളും. കുട്ടികൾ ആകെ ത്രില്ലടിച്ച് ആകെ കലങ്ങിയിരിക്കുകയാണ്. അടിപൊളി സാർ. വളരെ വളരെ ഞങ്ങൾക്ക് സാറിനെ പോലത്തെ ഒരാള് ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തരുന്ന ഒരു എനർജി, അത് ഭയങ്കരമാണ് സാർ. വാക്കുകളില്ല സാറിന്റെ സാന്നിധ്യത്തിന്. താങ്ക് യു വെരി വെരി മച്ച് സാർ. നൂറുദ്ദീൻ സാർ, അതിന് വളരെ സിമ്പിൾ ആണ് സാർ. അതിന് കാരണം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഉണ്ടായേ പറ്റൂ. അതാണ് അതിന്റെ ഒരു പ്രകൃതി നിയമമാണ് സാർ. ഇറസിസ്റ്റബിൾ ആണ്. It's only your goodness. Anyone else? All happy? All Hello, happy? Sir. Yes. സാറേ, ഞാന് എല്ലാവരും പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും സാറ് എനിക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ സാറിനോട് ഒരു വലിയ താങ്ക് യു പറയാണ്. Thank you, Siddiq. What a beautiful statement. What a energy you have. എനിക്ക് തോന്നുന്നത് അറിയോ, എനിക്കിപ്പോ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം കാണുമ്പോ, നിങ്ങളുടെ ആ സന്തോഷം കാണുമ്പോ, ഐ റിക്വസ്റ്റ് ടു കീപ് ദ എനർജി. ദാറ്റ് വിൽ ഡു. ഇപ്പൊ നോക്കൂ, ഞാൻ പറഞ്ഞ 8 ക്ലാസ് കഴിഞ്ഞ് 9ാമത്തെ ക്ലാസ് കഴിയുമ്പോഴുള്ള ഊർജ്ജത്തെ നോക്കൂ നിങ്ങൾ. എന്താ പവർ! ഇത് വിട്ട് കളിക്കാതിരിക്കുക. 53 വയസ്സുകാരന് ഇത്ര പവർ ഉണ്ടെങ്കിൽ 17ഉം 18ഉം ഉള്ള നിങ്ങൾ ഇതിന്റെ 10 ഇരട്ടി എനർജി വേണം. ഫുൾ ചാർജിൽ നിന്നോ. സുഹൈലെ, നിങ്ങളുടെയൊക്കെ ഈ ചാർജ് കാണുമ്പോൾ എനിക്ക് ഞാനൊരു കണിമംഗലത്തുകാരനായോ എന്ന് എനിക്കൊരു തോന്നൽ. മോട്ടിവേഷൻ ക്ലാസ് ആണ് സാറേ ഞങ്ങളെ, പിന്നെ എല്ലാതരം സപ്പോർട്ടും. താങ്ക് യു സർ. താങ്ക് യു ഡിയർ. താങ്ക് യു. മൈ പ്രേയേഴ്സ്. कोई दूसरा है? ഓക്കെ, ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എന്നാ സാർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ സാറിനെ ഇവരെല്ലാരും കൂടി ഒന്ന് നേരിട്ട് കാണാൻ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതിനൊരു അവസരം ഉണ്ടാവട്ടെ സാർ. ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എനിക്ക് അവരെ നേരിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞൊരു ദിവസം ഒരു ഗെറ്റ് ടുഗദർ വിളിക്കുകയാണെങ്കിൽ, കൊറോണയ്ക്ക് തൽക്കാലം ഒരു അവധി കൊടുത്തിട്ട്, കൊറോണയ്ക്ക് 2 ഡോസ് കൊടുത്തിട്ട് നമുക്കൊരു ഗെറ്റ് ടുഗദർ വെക്കുകയാണെങ്കിൽ, ലോകത്തിൽ എവിടെയാണെങ്കിലും ഐ വിൽ കം ആൻഡ് മീറ്റ് ദം ആൻഡ് ഐ വോണ്ട് ടു എല്ലാവരും ഒന്ന് നേരിട്ട് കാണാൻ ഒരു മോഹം എനിക്കുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്റെ വക എന്തെങ്കിലും സമ്മാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട്. ഓക്കേ, വിൽ തിങ്ക്. പറഞ്ഞോളൂ. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണേ. കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ച് എവിടെ എത്തിയില്ല എന്നൊക്കെ. പക്ഷെ സാറിന്റെ ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ഭയങ്കര ഹാപ്പി ആയിക്കണേ. എല്ലാരും മുഖത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ വെരി ബിഗ് താങ്ക്സ് ഫോർ യുവർ ക്ലാസ്. Thank you Ranisha. Thank you Manya. What a beautiful, what a loving words here. Very happy. Very happy. ഹാപ്പിനെസ് കാണാനുണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അവരെല്ലാരും റെപ്രസെന്റ് ചെയ്ത് സാറിനോട് താങ്ക്സ് പറയുന്നു. You did it. I'm thankful to you for your very kind and loving words. I'm really thankful to you. എല്ലാവരും ഒരു ദിവസം, ഞാൻ എറണാകുളം സെപ്റ്റംബർ 12 ശേഷം ഐ വെൽക്കം യു ഓൾ ടു മൈ കൊച്ചിൻ ഓഫീസ്. ഒരു ദിവസം എല്ലാവരും കൂടി ഒരു ട്രിപ്പ് വരൂ. ഞാൻ ഐ വിൽ ഹോസ്റ്റ് ഇറ്റ് ആൻഡ് ഐ വിൽ ഗിവ് എ ഗുഡ് ട്രീറ്റ് ടു ഓൾ ഓഫ് യു. Thank you. Okay. Anna sir. Shall we move? Shall we close? Anna sir. Yes sir. സാറിനെ ലീവ് ആയിക്കോട്ടെ. സാറിന് വായിക്കണ്ട. Okay sir. Thank you very much. Sushma sir. All the best. My prayers all the time, and all of you will be winning this race.
and victory is yours, and God's blessing is with you. Everything, my prayers. Once again, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സന്തോഷവും സുഖവും വിജയവും എല്ലാം ഉണ്ടാവട്ടെ. എപ്പോഴും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തൊരു ആവശ്യത്തിനും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. ബൈ. താങ്ക് യു.